അപ്പം ഇനി ചിന്തയെ അടിച്ചിരുത്താനും ചോദ്യത്തെ നിരുത്സാഹപ്പെടുത്താനൊന്നും ഇപ്പോഴത്തെ കാലത്ത് കഴിയില്ല. അപ്പം പിന്നെ നമ്മൾ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്ത് മറുപടി പറയുക എന്നുള്ളതാണ് പിന്നെയുള്ള ഓപ്ഷൻ. പണ്ടത് മറുപടി ഇല്ലായിട്ടൊന്നല്ല, നമ്മളെ കിതാബുകളിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഇത് ജനങ്ങൾക്കിടയിൽ പരമാവധി എത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ്. ഈ ചർച്ച തന്നെ ഇല്ലാതിരിക്കുമ്പോൾ ഈമാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഈമാൻ അജൂസ് എന്ന് പറഞ്ഞ പിന്നെ വൃദ്ധന്മാരുടെ ഈമാൻ. അപ്പം ഇന്ന് ചോദ്യങ്ങൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാകുമ്പോൾ പിന്നെ ഒന്ന് ലിബറലിസവും അതുപോലെയുള്ള എത്തിയിസ്റ്റുകളൊക്കെ പണ്ടൊറ്റപ്പെട്ട ഏതെങ്കിലും നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ ഏതോ ഒരു ഇടമുറക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഒരു പുസ്തകം ആർക്കും വായിക്കാൻ தெரிയാത്തൊരു പുസ്തകമൊക്കെയാണ് യുക്തിവാദത്തിൻ്റെ ആസെറ്റായിട്ടുള്ളൂ. ഇന്നിപ്പോൾ അത് മാറിയിട്ട് സോഷ്യൽ മീഡിയയിൽ ചറപറ ചർച്ചകളും കാര്യങ്ങളും. നമ്മൾ ചെറിയ കുട്ടികളെ പോലെ അത് കൊടുക്കുക. പിന്നെ അതിൻ്റെ പിന്നാലെ എല്ലാത്തിനും ക്യൂരിയോസിറ്റി ആണല്ലോ, അതെന്താണ് പറയണത് നോക്കുക അങ്ങനെയെല്ലാം. അപ്പം അത് വ്യാപകമാകുമ്പോൾ നമ്മൾ അത് മറുപടി പറയാനുള്ള പണ്ഡിതന്മാരും കൂടുതലായിട്ടുണ്ടാവണം. നമ്മൾ ടീച്ചേഴ്സിനും ഉസ്താദന്മാർക്കൊക്കെ ട്രെയിനിങ് എടുക്കുന്ന ആൾക്കാരാകുമ്പോൾ പിന്നെ ഞങ്ങളുടെ അടുത്ത് അത്തരം ഒരു പിന്നെ ഒരു അടിസ്ഥാനപരമായ അല്ലെങ്കിൽ എന്താ പറയുക ഒരു അത്യാവശ്യം കാര്യങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണല്ലോ. നമുക്കിന്ന് പഠിക്കാനും അത്തരം സംഗതികളൊക്കെ ഇഷ്ടംപോലെ സ്കോപ്പുകൾ സോഷ്യൽ മീഡിയയിൽ നമ്മളെ ഭാഗത്തുനിന്നും ഉണ്ട്. വലിയൊരു ഏരിയയാണ് ഇതിലുണ്ടാകുന്ന ഇഷ്കാലകളും അതിൻ്റെ മറുപടികളും എല്ലാം കൂടി അതീത സംബന്ധമായിട്ട് കുറേ. അപ്പോൾ നമുക്ക് ഈ 3/4 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റിയൊരു സംഭവമല്ലാന്ന് നമുക്കൊക്കെ അറിയാം. പിന്നെ അതുകൊണ്ട് തന്നെ അതിലിപ്പോൾ എന്താണ് പറയേണ്ടത് എന്ന ഒരു ആശങ്ക എൻ്റെ മനസ്സിലുണ്ട്. വൈഡായ ഒരു ഏരിയയാണ്. പിന്നെ ചെറിയൊരു ആമുഖം പറഞ്ഞിട്ട് നമുക്ക് നിലവിലുണ്ടാകുന്ന പിന്നെ പ്രധാനപ്പെട്ട കുറച്ച് സംഗതികൾ ഇങ്ങനെ സ്പർശിച്ചു പോവുക. ഒന്ന് പിന്നെ ഡീപ്പായിട്ടുള്ള ഗഹനമായിട്ടുള്ള ആൾക്കാർ പഠനം നടത്തിയിട്ടും അന്വേഷിച്ചിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ സംശയം ഉണ്ടാകുന്ന ആൾക്കാർ. ഇപ്പം തന്നെ ഇത് നമ്മൾ വലിയ പ്രസ്ഥാനത്തിന് ഇതിപ്പോൾ തമ്മാടികൾ മോശക്കാരൊന്നുമല്ല, നല്ല നമ്മളെ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെ മക്കളും ഏട്ടൻ്റെ മക്കളും ഇങ്ങനെയുള്ള ആൾക്കാരാണ്. ദിവസം പേരോട് സാറിനെ വിളിച്ചിട്ട് ഒരു ദിവസം പിന്നെ ഒരു ചെറുപ്പക്കാരൻ സ്ഥാപനത്തിൻ്റെയൊക്കെ നമ്മളോട് സുഖമായിട്ട് പറയാം, കാര്യപ്പെട്ട ഒരാളെ പിന്നെ കുടുംബത്തിലുള്ളതാണ്, +2 നല്ല മാർക്ക് നല്ല തലമുള്ള കുട്ടിയാണ്, സയൻസ് പഠിച്ചു, ഡിഗ്രി പഠിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിന് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്, പലരോടും ചോദിച്ചിട്ട് ക്ലിയർ ആയിട്ടില്ല. ഇപ്പം അത് കൂടി നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. കൂടി ലാസ്റ്റ് ഈമാൻ തന്നെ പോയി ഷഹാദത്തിൽ ഖുർആൻ ഓതുമ്പോൾ എടുത്ത് മടക്കി വെച്ചിട്ട് ചൂടാവുക, ഇങ്ങനെയൊക്കെ ഒരു മോശമായി ബിഹേവ് ചെയ്യുന്നൊരു രൂപത്തിലേക്കെത്തി. അങ്ങനെ ഒരു തെറിച്ചു എന്ന ലെവലെത്തിയപ്പോഴാണ് പിന്നെ ഉസ്താദന്മാരൊക്കെ അറിയുന്നത്. അങ്ങനെ നമ്മൾ വിളിച്ച് സംസാരിച്ച് 2 വട്ടം അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒന്നുകൂടിയും കൂടുതൽ ഇടപെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയൊരു വിഷയം, ഇത്തരം ആളുകളെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ചില ആളുകൾ പിന്നെ സംശയങ്ങൾ കൂടി അവർക്ക് ഈമാൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലെത്തി, അല്ലെങ്കിൽ വിമർശനപരമായി സമീപിക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവിടെ കേവലം ഇതിൻ്റെ മറുപടി അറിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ഞാൻ തൻവീർ സ്ഥാനോട് സംസാരിച്ച് ചിലപ്പോൾ മറുപടി പറയുമ്പം വല്ല അകലിയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ തുടക്കത്തിൽ കുറച്ച് മുമ്പ് ഒരു ഡോക്ടറാണ്, ചെറുപ്പക്കാരനാണ്, മുസ്ലിമായിരുന്നു. മൂപ്പര് അതിൻ്റെ ഗഹനമായി നമ്മൾ പറഞ്ഞ വിഷയം നമ്മൾ കുറച്ചായിരിക്കും പറഞ്ഞ് വിശദീകരിച്ച് പഠിച്ച് അതിൻ്റെ ഗണനങ്ങൾ പഠിച്ച് അത് കഴിഞ്ഞിട്ട് മൂപ്പര് ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെയും വന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ചോദിക്കും, അതിൻ്റെ അപ്പുറത്തുള്ള കുറേ പ്രശ്നങ്ങൾ ചോദിക്കും. അങ്ങനെ നമ്മൾ അതിനും മറുപടി പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങനെ കുറേ മാസങ്ങളോളം പഠിച്ച് മൂപ്പർക്ക് എല്ലാ മറുപടിയും പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ ഫിഖിൻ്റെ ഓരോ വിഷയങ്ങളിലേക്കും അതിൻ്റെ അസമത്വവും പ്രശ്നങ്ങളും അനന്തര സ്വത്ത് കൈമാറുന്നിടത്തുള്ള പിന്നെ ഇനീക്വാലിറ്റി പിന്നെ അതിലുള്ള ലോജിക്കൽ പ്രശ്നങ്ങൾ ഖുർആനിൽ പറഞ്ഞ പ്രശ്നങ്ങൾ ഇങ്ങനെ എല്ലായിടത്ത് മറുപടി പറയുന്നതോറും മൂപ്പര് ഇങ്ങോട്ട് അടുക്കുകയല്ല. മൂപ്പര് എന്ത് ചെയ്യുക, അതിനെതിരെ കൂടുതൽ പഠിച്ച് മൂപ്പര് ഒരു വലിയ എത്തിസ്റ്റാവുക. അങ്ങനെ മൂപ്പര് കിട്ടിയില്ല. മൂപ്പര് പിന്നെ എന്ത് ചെയ്ത് നല്ല അറിവുള്ളൊരു എത്തിസ്റ്റായി മാറി. നമ്മൾ മറുപടി കൊടുത്തില്ലെങ്കിൽ അറിവില്ലാത്തൊരു എത്തിസ്റ്റായിട്ടാണ് നിൽക്കുക. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷൻ. നമ്മൾ ഒരാൾ നന്നാവട്ടെ എന്ന രീതിയിൽ എത്രയും കഷ്ടപ്പെട്ട് പറയുന്നത്, അങ്ങനെ സമയങ്ങൾ മാസങ്ങൾ ചിലവഴിച്ചിട്ട് നമ്മളെ കൂടുതൽ ഉസ്താദന്മാരൊക്കെ അഭിനന്ദിക്കുന്ന അങ്ങനെ മറുപടി നല്ല റെഡിയായി കറക്റ്റായി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇയാളെടുക്കുന്നില്ല.
പിന്നെ നമുക്ക് മനസ്സിലായൊരു സാധനമാണ് പിന്നെ നമ്മളെ അടുത്ത് ഇങ്ങനെ ഒരു സംശയം ഉള്ള ഒരാൾ വരുന്നത്, നമ്മളൊക്കെ കൗൺസിലിംഗ് ഫീൽഡൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിരിക്കുമല്ലോ, അത് നമ്മളൊരു ക്ലൈൻ്റായിട്ട് നമ്മൾ കാണുന്നു. ഇയാളൊരു ക്ലൈൻ്റാണ്. പിന്നെ ഞാൻ കൗൺസിലിംഗ് സൈക്കോളജിയൊക്കെ ഡിഗ്രിയും PG ഒക്കെ ചെയ്തെങ്കിലും നമുക്ക് പ്രാക്ടിക്കലി അറിഞ്ഞുകൂടാ. പരീക്ഷയ്ക്ക് അത് വേറെ തന്നെ സാധനമാണല്ലോ. പിന്നെ ഒരു സാറടുത്ത് പോയിട്ടൊക്കെയാണ് നമ്മളിതിൻ്റെ ട്രെയിനിങ് ഫീൽഡിൽ ഇതുപോലെ പങ്കെടുത്തപ്പോഴാണ് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശമൊക്കെ നമുക്ക് തിരിഞ്ഞു തുടങ്ങി. അപ്പോൾ അവരെ നമ്മൾ ശരിക്കും പിന്നെ എൻ്റെ അടുത്ത് വന്നൊരു കേസ്, അവനക്ക് ഇതേപോലെ കുറേ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങൾ വിമർശിക്കുന്നവരുടെയൊക്കെ പിന്നിലൊരു കഥ ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും ഒരു അടി കിട്ടിയത്, അല്ലെങ്കിൽ ഉപ്പ ഭയങ്കര ദീനി സ്ട്രോങ്ങൻ. ഇപ്പോൾ ഈ ഉപ്പാൻ്റെ ഇപ്പം ദീനിൻ്റെ പേരിലാണ് സ്ട്രോങ് ആകുന്നത്. സംഭവം ഈ സ്ട്രോങ് ഉപ്പാൻ്റെ ഒരു നെഗറ്റീവ് ഒരു സ്വഭാവം മാത്രമാണ്. പക്ഷെ എനിക്ക് ഈ ദേഷ്യമൊക്കെ ദീനിനോടാണ് വരുന്നത്. അല്ലെങ്കിൽ ഏതോ ഉസ്താദ് അടിച്ചതോ അല്ലെങ്കിൽ ഏതോ കുടുംബത്തിൽപ്പെട്ട അങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ വല്ല ഫീലിംഗ് അല്ല പുറത്ത് പറയണത് ഈ ചോദ്യവും വിമർശനങ്ങളാണ് മാത്രം. ഇത് മാറ്റി കൊടുക്കാണ്ട് നമ്മൾ ഈ മറുപടി പറഞ്ഞു കൊടുത്താൽ നമുക്ക് വിജയിക്കാം. സംവാദം നടത്താനും വിജയിക്കാനും ഈ അറിവ് പറ്റും. പക്ഷേ ഒരു മനസ്സിനെ മാറ്റാൻ നമ്മൾ അപ്പോൾ അവരോട് ചോദ്യം ചോദിക്കുന്ന സംഗതി അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അതിനെ കുറച്ചൊന്ന് സ്വീകരിച്ച് പിന്നെ നമ്മൾ താൽക്കാലികമായി ചിലപ്പം അവരുടെ ഹിക്മത്തിന് വേണ്ടി പലതും പറയേണ്ടി വരും. അപ്പോൾ നേരത്തെ പുസ്തകം ഒരു കേസ് പറഞ്ഞപ്പോൾ ഒരു സ്ത്രീകൾ അല്ലേ, ഒരു പെണ്ണ് ഒരു വിഷയം തന്നെ പറഞ്ഞു. സ്ത്രീ ഇസ്ലാമിനെ ഒഴിവാക്കാൻ അവൾക്ക് താല്പര്യമില്ല. പക്ഷെ ഇസ്ലാമിൽ പറയുന്ന ഈ സാധനം സ്ത്രീകളോടുള്ള നിലപാടിനെ സമീപനത്തെ വിമർശിച്ചുകൊണ്ട് ഇസ്ലാം അങ്ങനെയൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവളെന്താ ഇന്നത്തെ മുസ്ലിംമാരും പണ്ഡിതന്മാരൊക്കെ സ്ത്രീകളെ ഇങ്ങനെ അടിച്ചമർത്തുന്ന നിലപാടാണ്. അപ്പോൾ എടുക്കുന്നത് ഓളെന്തൊക്കെയോ അടിച്ചമർത്തലുകളോ അല്ലെങ്കിൽ അവഗണനകളോ ഏറ്റതിൻ്റെ പരിണിത ഫലമായിട്ടാണ്. അപ്പോൾ നമ്മളിത് ഇസ്ലാമിലുള്ള തന്നെയാണ് ആയത്തോ ഹദീസോ ഓതി കൊടുത്തുകൊണ്ട് അവൾ സ്വീകരിക്കില്ല. നമ്മൾ നല്ല അവളെ പക്ഷത്ത് നിന്ന് അങ്ങനെ ചില ആൾക്കാരൊക്കെ അമിതമായി സ്ത്രീകൾക്ക് ഇസ്ലാം കൊടുത്ത സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുക്കാതെ ചെയ്യുന്നുണ്ടാവും. പല പെണ്ണുങ്ങളും പ്രയാസപ്പെടുന്നുണ്ടാവും. അപ്പം നമ്മൾ റിലേഷൻ കണക്ഷൻ ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നൊക്കെ പറയുമല്ലോ. അതുപോലെ നമ്മളെ കയ്യിൽ കിട്ടി, അത് മനസ്സ് നമ്മളെ അടുത്ത് തന്നു. പിന്നെ നമുക്ക് മെല്ലെ ഇസ്ലാം പറഞ്ഞത് ഈ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്, അത് നമുക്ക് സുരക്ഷിതത്താണല്ലോ. ഈ ഒരു സമീപനത്തിലൂടെയാണ് ആളുകളെ മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളിവിടെ തന്നെ പുഴക്കാട്ട് പുസ്തകം പല ആളുകളെ മാറ്റിയെടുക്കുന്നുണ്ട്. പക്ഷേ നമ്മളിവിടെ തന്നെ അതിനേക്കാളും ഗഹനമായ അറിവൊക്കെ ഉള്ള ആൾക്കാർ ചിലപ്പോൾ സംസാരിച്ചിട്ട് ആൾ മാറണില്ല. അപ്പോൾ പുഴക്കാട്ട് അങ്ങനെ ഭയങ്കര ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ള ആളുകളൊന്നല്ല. മൂപ്പര് നല്ലൊരു സൈക്കോളജി ഇങ്ങനെ അക്കാഡമിക്കലി പഠിച്ചൊന്നല്ലെങ്കിലും പെരുമാറ്റത്തിൽ മൂപ്പര് എന്ത് ചെയ്യും, ആളെ ചേർത്ത് പിടിച്ച് അങ്ങനെ സംസാരിച്ച് സോപ്പിട്ട് ഇങ്ങനെ ഹിക്മത്തോടുകൂടെ സമീപിച്ചാൽ തന്നെ അപ്പോൾ നമുക്ക് നിങ്ങളെ ഈ ഒരു ഇതിക്ക് അതിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് മറ്റു ആലിമീങ്ങളെക്കാളും ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം അതിന് നമ്മൾ പറയേണ്ടിയില്ല, ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ടിപ്സുകളും അതിൻ്റെ ഗഹനമായ വിഷയങ്ങൾ നിങ്ങൾ പഠിക്കുകയും പരിശീലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. അതേസമയത്ത് വൈജ്ഞാനികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയേണ്ട ഒരു അടിസ്ഥാന കാര്യങ്ങൾ നമുക്ക് പഠനം നടത്തുക എന്നുള്ള നിലക്കാണ് ഞാൻ ചുരുക്കി ഇവിടെ പറഞ്ഞൊന്ന് രണ്ട് വിഷയം. ഒന്ന് ഖദർ അതൊക്കെ ഓരോന്ന് മുമ്പ് സജീർ ബുഖാരിസ്ഥാൻ്റെ നേതൃത്വത്തിലൊരു ഖദർ ഖദാൻ്റെ ഒരു 7 ദിവസത്തെ കോഴ്സ് ആയിട്ട് ഞാൻ ക്ലാസ് എടുത്തിരുന്നു. എല്ലാ സംശയങ്ങളൊന്നും തീർത്തുകൊണ്ട് മൊയിലാമാർക്ക് നമുക്ക് ഗഹനമായിട്ട്. അപ്പോൾ ചില ആൾക്കാർ പണ്ടത്തെ ആലിമ്യങ്ങളുടെ നിലപാടുണ്ട്, ചോദ്യങ്ങളും ചർച്ചകളും വെറുതെ ജനങ്ങളിലേക്ക് എത്തിക്കണ്ട, അപ്പോൾ ചിലപ്പോൾ ഈ ഉത്തരം എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ചർച്ച വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ മൊയിലാമാർക്ക് തന്നെ ആരെങ്കിലും ചോദിച്ചാൽ തിരിച്ചും മറിച്ചും പറയാൻ ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാകുമ്പോൾ ഈ കാലത്ത് നമ്മൾ പരിഹരിക്കുക എന്നുള്ളത്. കഥകളാവുന്ന ചുരുക്കി പറയാം 10 മിനിറ്റിൽ. ഒന്ന്, നമ്മളെ പൊസിഷൻ, ഈമാൻ, നമ്മളെ അഖീദയുടെ പൊസിഷൻ ആദ്യം നമ്മൾ കറക്റ്റാക്കി വെക്കുക. ഇവിടെ 2-3 സാധ്യതകളാണ് കഥകളുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. 2 വശത്തേക്കുള്ള സാധ്യതകളും പേച്ചാശയാണ്. ഒന്ന് ഖദരിയ്യത്ത് എന്ന് പറയുന്നൊരു വിഭാഗം, അതായത് ഖദർ എന്ന് പറഞ്ഞ സംഭവമില്ല. കാരണം നമുക്ക് കൈ പൊന്തിക്കണമെങ്കിൽ പൊന്തിക്കാതെ അത്രയും താത്ത ഇഷ്ടമുള്ള നമുക്ക് പറയാൻ പറ്റും. നമ്മളെ അനുഭവമാണ്, നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്,
എൻ്റെ കർമ്മങ്ങളെ നിയന്ത്രിക്കുന്നത് ഞാനാണെന്നുള്ളത് എൻ്റെ നമ്മളെല്ലാവരും അനുഭവമാണ്. പിന്നെ ഇതൊക്കെ അള്ളാഹു നേരത്തെ തീരുമാനിച്ച് നമ്മൾ റോബോട്ട് പോലെയാണെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പം അള്ളാഹുവിന് പിന്നെ ഖദറില്ല. അള്ളാഹു നേരത്തെ നമ്മളെ പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടില്ല, നിശ്ചയിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. കാറ്റടിക്കുന്നതും മഴ പെയ്യുന്നതും ഭൂകമ്പമുണ്ടാകുന്നതൊക്കെ അള്ളാഹു നേരത്തെ കണക്കാക്കിയ പോലെ സംഭവിക്കും. സൂര്യൻ ഉദിക്കുന്നു, അതൊക്കെ അതിനൊന്നും സ്വാതന്ത്ര്യമില്ലല്ലോ. സൂര്യനും ചന്ദ്രനും മരങ്ങൾക്കൊന്നും സ്വാതന്ത്ര്യമില്ല. അപ്പോൾ അതൊക്കെ അള്ളാഹു നിശ്ചയിച്ച പോലെ നടക്കും. എന്നാൽ നമ്മൾക്ക് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് നമ്മളെ പ്രവർത്തനങ്ങൾ ഈ ഖദറിൽ നിന്ന് ഒഴിവാണ്. ഖദറിയത്ത് ഖദറിനെ പൂർണ്ണമായി നിഷേധിച്ചവരല്ല, മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങളിൽ ഖദറിനെ നിഷേധിച്ചു. അങ്ങനെയാണ് ഖദറിയത്ത് രൂപപ്പെടും. ജഹ്മുബിൻ സഫ്വാൻ്റെ നേതൃത്വത്തിൽ താബീങ്ങളുടെ കാലഘട്ടം മുതലേ ഇവർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യുക്തിപരമായിട്ട് നോക്കുമ്പോൾ ഇത് ശരിയാണ് എന്നൊക്കെ തോന്നും. മുഅ്തസിലത്തൊക്കെ ഈ ആശയത്തിലേക്കാണ്. ഞാൻ അങ്ങനെ ഗഹനമായിട്ട് പോണില്ല. മറുവശത്തുള്ളൊരു ടീം പിന്നെ ജബിരിയത്ത്. നമുക്കറിയാം ജബിരിയത്ത് പറഞ്ഞാൽ അള്ളാഹു ഖുർആനിലും ഹദീസിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ അള്ളാഹു എല്ലാം നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങളെ കർമ്മങ്ങളൊക്കെ അള്ളാഹു നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, 4-ാം മാസം റൂഹ് ഊതുമ്പോൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, സഈദുൻ ഷഖിയ്യുൻ എന്നൊക്കെ പറഞ്ഞ ഹദീസുകളൊക്കെ അടിസ്ഥാനത്തിൽ. അപ്പോൾ പിന്നെ നമുക്ക് സ്വാതന്ത്ര്യമില്ല, എല്ലാം അള്ളാഹു എഴുതി വെച്ച പോലെ. നമ്മളൊരു റോബോട്ടാണ്. അപ്പോൾ നമ്മളിഷ്ടമനുസരിച്ചാണ് നമുക്ക് വെറുതെ തോന്നണതാ. നമ്മൾ ഈ തോന്നലും അള്ളാഹു ഉണ്ടാക്കി തന്നിട്ട് നമ്മളിങ്ങനെ ഒരു കളിപ്പാവാക്കിയിട്ട് ഇങ്ങനെ കളിപ്പിക്കുകയാണ്. ഇതാണ് ഒരു മറുവശം. ഈ രണ്ട് വശത്തിൽ ഏതാണ് ശരി എന്നുള്ള തർക്കങ്ങൾ ഇതിന് മുമ്പ് കാലത്തുണ്ടായിരുന്നു. ജബിരിയത്താണോ ശരി, ഖദരിയത്താണോ ശരി. പിന്നെ ഒന്നാമത്തതിൽ ഒന്നാമത്തെ ടീം ഖദരിയത്ത് അള്ളാഹുവിൻ്റെ ഖദറിനെ ഈമാൻ കാര്യത്തിൽ നിന്നുള്ള ചില സാധനത്തെ ഒരു എന്ത് ചെയ്ത് ഒഴിവാക്കി കളഞ്ഞു. എന്നാൽ ഈ രണ്ടാമത്തെ ജബിരിയത്ത് എന്താ, മനുഷ്യർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇല്ലാതെ അള്ളാഹു ഇങ്ങനെ റോബോട്ട് പോലെ കുറച്ച് ആൾക്കാർ നന്നാവണമെന്ന് കരുതി നല്ല കർമ്മങ്ങൾ ചെയ്യാനുള്ള സോഫ്റ്റ്വെയറൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് റോബോട്ടാക്കി വിട്ടു. ഡോനെ പിടിച്ച് സ്വർഗത്തിലൂടെ. വേറെ കുറേ ആൾക്കാർ തിന്മ ചെയ്യാനും കള്ളുടിക്കാനും. അപ്പം അബൂജഹലിനും ഇട്ടല്ല, അള്ള ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അബൂജഹലിനെ നരകത്തിലിടുന്നതിന് ഒരർത്ഥമല്ലല്ലോ. അപ്പോൾ പിന്നെ ആർക്കും എന്തും ചെയ്യാം. കാരണം ഇന്ന അള്ള ഇങ്ങനെ കൽപ്പിക്കുക. യുക്തിവാദി പറയും ഇന്ന അള്ള യുക്തിവാദിയാകാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഞാനായത്, പിന്നെ നിങ്ങളെന്തിനാ എന്നെ ഉപദേശിക്കാൻ നിൽക്കുന്നത്. കള്ളുടിയനോട് പറയും, കള്ളുടിയൻ പറയും കള്ളു കുടിക്കണമെന്ന് അള്ള എഴുതി വെച്ചിട്ടാണ് ഞാൻ ഈ കുടിക്കുന്നത്, നിങ്ങൾ എന്നോട് വേദം അറിയാം. പിന്നെ അതിനൊരു ലോജിക്കില്ല. അപ്പം ഈ രണ്ട് വശത്തിൻ്റെയും മധ്യത്തിലുള്ളൊരു പൊസിഷനാണ് അശായിറത്തിൻ്റെ അല്ലെങ്കിൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ മദ്ഹബ് എന്ന് പറയുന്നത്. ഒറ്റ വാക്കിലൊരു ഉദാഹരണമൊക്കെ പറഞ്ഞുകൊണ്ട് തീർക്കാം. പക്ഷേ നമുക്കൊരു ഇത് ഉണ്ടായിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അത് അള്ളാഹു എല്ലാം നേരത്തെ അറിഞ്ഞ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ എല്ലാത്തിനെ പറ്റിയുള്ള ഇൽമ് തഫ്സീലിയായിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് സ്വാതന്ത്ര്യവും ഉണ്ട് എന്നുള്ളതാണ് ആകത്തുക നമ്മളെ വിശ്വാസം. അപ്പം ഇതെങ്ങനെ രണ്ടും കൂടി ഒത്തുപോകണത് എന്നുള്ളതാണ് നമുക്കുണ്ടാകുന്നൊരു കൺഫ്യൂഷൻ. അപ്പോൾ ഈ ഇൽമ് എന്ന് പറയുന്ന സാധനം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അള്ളാഹുവിന് എല്ലാത്തിനെ പറ്റി ഇൽമുണ്ട്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ പറ്റി നമുക്കറിയാലോ. ഇന്നലെ ഞാൻ എന്തൊക്കെ പ്രവർത്തിച്ചു, ഇദ്ദേഹം എന്തൊക്കെ പ്രവർത്തിച്ചു എന്ന് എനിക്ക് വേണമെങ്കിൽ അറിയാൻ കഴിയും. ഇദ്ദേഹം നാളെ എന്ത് പ്രവർത്തിക്കും എന്ന് നമുക്ക് ചിലപ്പോൾ ഇന്ന് അറിയാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ അള്ളാഹുവിന് അതും അറിയാം, നേരത്തെ അറിയാം. അള്ളാഹ്ക്ക് നേരത്തെ അറിഞ്ഞാൽ പിന്നെ അള്ളാഹ് അറിഞ്ഞതുകൊണ്ടല്ലേ ഞാനിങ്ങനെ ചെയ്യുന്നത്, അങ്ങനെയല്ല. അറിവ് എന്ന് പറഞ്ഞ സാധനം അറിവനുസരിച്ചല്ല കാര്യം നടക്കുക, നടക്കണനുസരിച്ചുണ്ടാണ് സാധനത്തിനാണ് ഈ അറിവ് എന്ന് പറയുക. അറിവനുസരിച്ച് ഇപ്പോൾ ഭാവിയെപ്പറ്റി നമുക്ക് പലതും അറിയാലോ. ഇപ്പം നാളെ 6:10 സൂര്യൻ ഉദിക്കും, നമുക്കറിയാലോ, ഇന്ന് തന്നെ അറിയാലോ. നമ്മൾ ഈ അറിഞ്ഞുകൊണ്ട് 6:10 സൂര്യൻ ഉദിക്കുന്നത് അല്ലല്ലോ. അറിഞ്ഞില്ലെങ്കിലും അറിഞ്ഞാലും 6:10 സൂര്യൻ ഉദിക്കും. ആ ഉദിക്കുമെന്ന വസ്തുത നമ്മൾ പിന്നെ അറിഞ്ഞു എന്ന് മാത്രം. അത് വേറൊരു അറിവുണ്ടായാലും ഇല്ലെങ്കിലും ഈ കാര്യത്തെ അറിവൊരിക്കലും ബാധിക്കുന്നില്ല. അപ്പോൾ അള്ളാഹു നേരത്തെ ഞാൻ എന്തൊക്കെ പ്രവർത്തിക്കുമെന്ന് നേരത്തെ അറിഞ്ഞതുകൊണ്ട് അല്ല ഞാൻ ഈ ചെയ്യുന്നത്. എനിക്ക് അള്ളാഹു സ്വാതന്ത്ര്യം തന്നു, നന്മയും തിന്മയും ഒക്കെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം. നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോൾ നമുക്കൊരു സ്റ്റാറിങ് ആണുള്ളത്. വലത്തോട്ട് തിരിച്ചാൽ വലത്തോട്ട് പോകും, ഇടത്തോട്ട് തിരിച്ചാൽ ഇടത്തോട്ട് പോകും.
ഇതുപോലത്തെ ഒരു സ്റ്റാറിങ് നമുക്ക് തന്നത്. നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും പറ്റിയൊരു കുതിരത്താണ് അള്ളാഹു താല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ അള്ളാഹു നൽകുന്ന ശേഷി കൊണ്ട് നന്മയും തിരഞ്ഞെടുക്കാം, തിന്മയും തിരഞ്ഞെടുക്കാം. അപ്പോൾ ഈ സ്റ്റാറിങ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ അടിസ്ഥാനപരമായ പ്രശ്നം തീരും. നന്മയിലേക്ക് ഇങ്ങനെ തിരിച്ചിട്ട് ആണി അടിച്ചൊരു സ്റ്റാറിങ് ആകുമ്പോൾ നന്മ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, രണ്ടിടത്തും തിരിക്കുക. പറയാ ഇതൊന്ന് ഒരു ചെറിയൊരു വഖഫിലെത്തിയിട്ട് ചോദിക്കാം. പിന്നെ അപ്പം രണ്ടും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നൽകി. ഇനി സ്വാതന്ത്ര്യം അനുസരിച്ച് ഞാൻ എന്ത് ചെയ്യും എന്ന് അള്ളാഹുവിന് നേരത്തെ അറിയാം. ഇപ്പം നമുക്ക് തന്നെ നമ്മളൊരു കൂട്ടുകാരനെ പറ്റി, ഓന് ഈ സ്ഥലത്ത് കൂടെ പോയാൽ, അല്ലെങ്കിൽ കള്ളുടിയനെ പറ്റി ഓൻ ഷാപ്പിൻ്റെ അടുത്ത് കൂടെ പോയാൽ കള്ളുടിക്കും എന്തായാലും. അത് നമുക്കറിയില്ല, ചിലപ്പോൾ നമുക്കറിയാൻ സാധ്യത ഉണ്ടല്ലോ. അത് നമുക്ക് അറിഞ്ഞു എന്നുള്ളതുകൊണ്ട് ഓൻ്റെ സ്വാതന്ത്ര്യം ഇല്ലാണ്ടായിട്ട് ഓൻ കള്ളുടിക്ക് നിർബന്ധിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. ഓൻ്റെ സ്വഭാവം വെച്ച് ഓൻ കള്ളുടിക്കുന്ന നമുക്കറിയണത്. ഓനക്ക് കള്ളുടിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കെ ഓൻ്റെ സ്വഭാവം വെച്ചത് എന്താണ്? ഓൻ കള്ള് ഷാപ്പിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ കയറി കുടിക്കും. എന്നാൽ മറ്റോനോ ഷാപ്പിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ കുടിക്കൂല എന്ന് നമുക്ക് ചെറിയൊരു അറിവില്ലേ? നമ്മൾ 100% ഉറപ്പല്ലേ? നമ്മൾ അള്ളാഹിനെ പോലെ ശരിയാവില്ലല്ലോ. അപ്പം ഈ അറിവ് ഉറപ്പോടുകൂടെ അള്ളാഹു നേരത്തെ അറിയുന്നു എന്ന് മാത്രം. നമ്മൾ അറിഞ്ഞത് കൊണ്ട് കള്ള് കുടിക്കാത്തവൻ കുടിക്കുകയോ കുടിക്കുന്നവൻ കുടിക്കാണ്ടിരിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ അള്ളാഹുവിന് നേരത്തെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാം. നമ്മളെല്ലാ സ്വഭാവം, നമ്മളെ ഏതൊക്കെ ജീനുകളാണുള്ള എല്ലാ സാധനങ്ങളും അള്ളാഹ്ക്ക് അറിയാലോ. ഇതനുസരിച്ച് അള്ളാഹു നേരത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നമ്മളെന്ത് തിരഞ്ഞെടുക്കുമെന്ന്. നിങ്ങളെ ചോദ്യം എന്തേനു? പിന്നെ തിരഞ്ഞെടുക്കുമെന്നത് അള്ളാഹുവിൻ്റെ അറിവാകുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നൊരു ഉദാഹരണമുണ്ട്. പിന്നെ ഒരു 2 കുട്ടികൾ, ഒരു അധ്യാപകൻ, പിന്നെ ഇവ നന്നായി പഠിച്ച് ഒരു ഏകദേശം ഡിസ്റ്റിങ്ഷൻ വാങ്ങും. അധ്യാപകർക്ക് നേരത്തെ അറിയാമല്ലോ. അപ്പോൾ എന്ത് ചെയ്ത് അധ്യാപകൻ നേരത്തെ എഴുതി വെച്ചു, നന്നായി പഠിക്കുമെന്നും പരീക്ഷ നന്നായി എഴുതുമെന്നും നമുക്ക് 90 മാർക്ക് ഉണ്ടാകുമെന്നും ഒരു കാണിച്ചൊന്നും കൊടുത്തിട്ടില്ല. ഒരു സ്ഥലത്ത് എഴുതി വെച്ചു. മറ്റേ ഉടായിപ്പും കളിയും കച്ചറയാണ്. ഓൻ കളിക്കുമെന്നും തോക്കുമെന്നും ഈ അധ്യാപകൻ എഴുതിച്ചു. അവിടെ കാണിച്ചൊന്നും കൊടുത്തില്ല. പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് വന്നു. അധ്യാപകൻ എഴുതിയ പോലെ ഇവൻ ജയിച്ചു, ഓൻ തോറ്റു. അധ്യാപകൻ ഉത്തരവാദിയാണോ? അപ്പോൾ ഈ കുട്ടി പറയുകയാണെന്ത്, ഞാൻ തോക്കും നിങ്ങൾ നേരത്തെ എഴുതി വെച്ചില്ലേ, അതുകൊണ്ടല്ലേ ഞാൻ തോറ്റേ എന്ന് പറയുന്നതിന് പ്രസക്തിയില്ല. ഈ അധ്യാപകൻ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? അധ്യാപകൻ വെറുതെ ഏകപക്ഷീയമായിട്ട് ഓൻ ജയിക്കട്ടെ ഓൻ തോക്കട്ടെ അങ്ങനെയല്ല. ഇവൻ്റെ സ്വഭാവം പഠിക്കലാണ്, ഓൻ ജയിക്കലാണ്. അതുകൊണ്ടാണ് ഈ എഴുതി വെച്ചത്. ഇവൻ തോക്കണ പ്രകൃതക്കാരനാണ്, ഓൻ ഇങ്ങനത്തെ കളിയാ കളിക്കുക, പഠിക്കൂല എന്നത് അറിഞ്ഞിട്ട് എഴുതി വെച്ചതാണ്. ഈ എഴുത്തല്ല തോക്കാനുള്ള ഉത്തരവാദി. എഴുതിയിട്ടില്ലെങ്കിലും തോക്കും. ആ ഒരു പോയിന്റ് മനസ്സിലാക്കി. എഴുതിയിട്ടില്ലെങ്കിലും ഇങ്ങനെയാണ് നടക്കുക. അള്ളാഹു ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക. എന്നാലും നമ്മുടെ സ്വാതന്ത്ര്യം അനുസരിച്ച്, നല്ലവൻ്റെ സ്വാതന്ത്ര്യം അനുസരിച്ചോ നന്മ ചെയ്യും, തിന്മക്കാരൻ്റെ സ്വാതന്ത്ര്യം അനുസരിച്ചോ തിന്മ ചെയ്യും. ഈ പണി അള്ളാഹു സർവജ്ഞാനിയും സമ്പൂർണനും ആയതുകൊണ്ട് നേരത്തെ അറിഞ്ഞു എന്ന് മാത്രം. മനുഷ്യനിലുള്ള ഖദായിലല്ല വ്യത്യാസം. പിന്നെ മനുഷ്യേതരം എന്ന് പറഞ്ഞ ജീവികളെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മനുഷ്യൻ ഏതര വിഷയങ്ങളിൽ അള്ളാഹു താല സ്വാതന്ത്ര്യം കൊടുക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടില്ല. ഇനി ഇവിടെ ഒരു ചോദ്യം കൂടി എൻ്റെ ഇടയിൽ വരുന്ന വിഷയമുണ്ട്. നമ്മൾ അധ്യാപകൻ്റെ അറിവാണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹു എന്ന് പറഞ്ഞാൽ വെറും അറിവ് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന് വെറും അറിവ് മാത്രമേ ഉള്ളൂ. അള്ളാഹ്ക്ക് ഇതിൽ തീരുമാനമോ ഇടപെടലൊന്നുമില്ലേ? നിങ്ങളെ ഉദ്ദേശങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ ചോദിക്കാം. നമുക്ക് കിട്ടാണ്ടായി പോകും വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ചോദ്യം കുറക്കണ്ട. പറയാം. പിന്നെ നിങ്ങളുടെ അടുത്തൊക്കെ ഒന്നുകൂടി വരാം. അപ്പം അറിവിനെ കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കി വെച്ചാൽ പകുതി മുക്കാൽ പ്രശ്നം തീരും. അള്ളാഹു നേരത്തെ എല്ലാം അറിയാം. അറിഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഒരു ഡോക്ടർ ഇയാൾ 1 മാസം കൊണ്ട് മരിക്കും എന്ന് അറിഞ്ഞു, അത് എഴുതി വെച്ചു എന്നുള്ളതുകൊണ്ട് ഇയാൾ മരിച്ചതിൻ്റെ ഉത്തരവാദി ഡോക്ടറല്ല. കാരണം ഇയാളുടെ ശരീരവും പ്രകൃതവും അനുസരിച്ച് ഇയാൾ മരിക്കും എന്ന അറിവാണ് എഴുതി വെച്ചത്. എഴുതി വെച്ചിട്ടില്ലെങ്കിലും മരിക്കും. ഇനി നമുക്ക് അള്ളാഹുവിൻ്റെ ഖദർ എന്ന് പറയുമ്പോൾ കേവലം അറിവ് മാത്രമല്ല, ആദ്യം അള്ളാഹുവിന് ഖദീമായി അറിവുണ്ട് എന്ന് മനസ്സിലാക്കുക.
എന്ന് കരുതിയിട്ട് അള്ളാഹുവിന് പൂർണ്ണമായി നമുക്ക് സ്വാതന്ത്ര്യം തന്നു, ഇനി നമുക്ക് എന്തും തോന്നിയത് ചെയ്യാനുള്ള കഴിവ് അള്ളാഹു തആല തന്നിട്ടില്ല. ഈ പ്രവർത്തനങ്ങളെ പടക്കണ ശരിക്കും അള്ളാഹുവാണ്. നമ്മൾ സൃഷ്ടിക്കുന്ന നമുക്ക് കസ്ബ് മാത്രമേ കഴിവുള്ളൂ. കസ്ബ് മാത്രം. നമ്മൾ ആദ്യം വിഷയം നല്ലോണം ഒന്ന് പഠിച്ചിട്ട് പിന്നെ ലളിതമായി പറയാനുള്ള ഉദാഹരണം നമ്മൾ പിന്നെ സെറ്റാക്കണായിരിക്കും നന്നാവുക. കസ്ബ് എന്ന് പറഞ്ഞാൽ ഒരു പണി ചെയ്യലല്ല, ചെയ്യാനുള്ളൊരു ശ്രമം ഇല്ലേ. ഇപ്പം ഞാൻ കൈ കൊഴിഞ്ഞു പോയി ഒരാളാണെന്ന് വിചാരിക്കുക, ഓൻക്ക് വേണി കൈ പൊന്തിക്കാന്ന് ശ്രമിക്കൂലേ, ആ പണിയാണ് കസ്ബ് എന്ന് പറയുന്നത്. അതേ പണിയാണ് ഞാനും ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ ഈ ചെയ്യുമ്പോൾ എൻ്റെ കൈ പൊന്തുന്നുണ്ട്, കൊഴിഞ്ഞു പോയവൻ അതേ പണി ചെയ്യുമ്പോൾ പൊന്തണില്ല. അപ്പം രണ്ടിടത്തും കസ്ബുണ്ട്. കസ്ബിന് മാത്രം ഒരു അസറുമില്ല. ഗൈറ് മോസിറായൊരു ഫീലാണ് കസ്ബ് എന്ന് പറയുന്നത്. ആ കസ്ബ് മാത്രമേ നമുക്കുള്ളൂ. അപ്പം നല്ലൊരു മനുഷ്യൻ നന്മ ചെയ്യാൻ കസ്ബേ ചെയ്യുന്നുള്ളൂ. ആ കസ്ബ് അനുസരിച്ച് ഈ നല്ല പ്രവർത്തനം ഉണ്ടാവണോ വേണ്ടേന്ന് അള്ളാഹു തീരുമാനിച്ച് പഠിച്ചു തരണം, എന്നാലേ ഇവിടെ കാര്യം നടക്കുള്ളൂ. മനസ്സിലാക്കില്ല? ഞാൻ നന്മയും തിന്മയും ചെയ്യാനുള്ള പൂർണ്ണമായി പ്രവർത്തിക്കാനുള്ള കഴിവല്ല നമുക്ക് തന്നിട്ടില്ല. പ്രവർത്തിക്കാനുള്ളൊരു ശ്രമം, അതിനു വേണ്ടി അങ്ങനെ തുനിയൂലേ, ആ ഒരു പണി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യം പ്രവർത്തിപ്പിക്കുന്ന അള്ളാഹുവാ. കൈ പൊന്തിക്കാൻ വേണ്ടി ഇപ്പോൾ കൈ ഞാൻ ഇങ്ങനെ പിടിക്കുക, അങ്ങനെ ഇളക്കുന്നുണ്ട്, ഇതിൻ്റെ ഒരു പ്രവർത്തന. ഇതേ സമയത്തിൻ്റെ ഹൃദയം ഇങ്ങനെ മിടിക്കുന്നുണ്ട്, ഇതും എൻ്റെ ശരീരത്തിൽ നടക്കുന്ന വേറെ പ്രവർത്തന. രണ്ട് പ്രവർത്തനം തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. ഇത് എനിക്ക് നിർത്താൻ വിചാരിച്ചാൽ നിൽക്കില്ല, എനിക്ക് അങ്ങനെ നിർത്താൻ തന്നെ വിചാരിക്കാൻ പറ്റുന്നില്ല. ഈ സാധനം ഇതിൻ്റെ ബോധപൂർവം ചെയ്യുന്ന പണിയല്ല. ഇത് ഞാൻ ബോധപൂർവം ചെയ്യുന്ന എൻ്റെ കസ്ബോട് കൂടെ ചെയ്യുന്ന പണിയാണ്. അപ്പോൾ പ്രവർത്തനം രണ്ടും ഒരേപോലെ പ്രവർത്തനം നടക്കും, പക്ഷെ ഒന്നിൽ കസ്ബുണ്ട്, മറ്റിൽ കസ്ബില്ല. ഇത് അള്ളാഹു ജബിറം നിലക്ക് നടത്തുന്ന, നിർബന്ധപൂർവ്വം നടത്തുന്ന പണിയാണെന്ത് ഈ ഹൃദയം ഇടിക്കുന്നത്. അതിലെനിക്ക് യാതൊരു റോളും ഇല്ല. നമ്മുടെ മുടി വളരുന്നത്, നരക്കുന്നത്, ഇതിനൊന്നും നമുക്ക് സ്വാതന്ത്ര്യം തന്നെ തന്നിട്ടില്ല. ഇതിലൊന്നും നമുക്ക് കസ്ബ് തന്നെ ഇല്ല. കൈ ഉയർത്തണോ താഴ്ത്തണോ, നടക്കണോ ഇരിക്കണോ, സംസാരിക്കണോ മിണ്ടാതിരിക്കണോ എന്നൊക്കെ ഉള്ളതിൽ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഈ കസ്ബ് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ കസ്ബ് നമ്മൾ ചെയ്യുമ്പോൾ പ്രവർത്തനത്തെ ഉണ്ടാക്കുന്നത് നമ്മളല്ല, അള്ളാഹുവാണ്. ഒരു ഉദാഹരണം പറയാം, സിമ്പിൾ. ഒരു മരം ഇവിടെ ഉണ്ടെന്ന് സങ്കല്പിക്കുക. വേറെ ഇങ്ങനെ വിഷയം പറയുമ്പോൾ ചടക്കും. ഒരു മരം ഉണ്ടെന്ന് വിചാരിക്കുക, വലിയൊരു മരം. അതിനിപ്പുറത്ത് ചെറിയൊരു കുട്ടി, ഒരു 3 വയസ്സായൊരു കുട്ടി ഈ മരത്തിനെ ഇങ്ങനെ ഉന്താൻ വേണ്ടി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഈ കുട്ടി ഉന്തിയ മരം അനങ്ങൂല. ചെറിയ കുട്ടി ഉന്തിയ മരം അനങ്ങൂലല്ലോ. എന്നാൽ ഈ മരത്തിൻ്റെ അപ്പുറത്ത് വലിയൊരു ആന ഇങ്ങനെ തുമ്പിക്കൈയും കൊണ്ട് ഇങ്ങനെ ഈ മരത്തെ വലിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓങ്ങി നിൽക്കുന്നുണ്ട്. ആന വലിച്ചാൽ എന്താവും? മരം വീഴും. കുട്ടി ഉന്തിയാൽ മരം വീഴൂല. പക്ഷെ ഈ ആനേൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടി എപ്പോഴാണോ ഉന്തണത് അപ്പം ആന മരം വലിക്കും. കുട്ടി ഉന്തിയില്ലേ, ഇന്ന് ആന മരം വലിക്കൂല. ഇതാണ് ആനേൻ്റെ സ്വഭാവം. ആന ഒന്നും നോക്കൂല. കുട്ടി ഉന്തിയ മരം വലിക്കും, കുട്ടി ഉന്താത്തോടത്തോളം കാലം അവിടെ നോക്കും. അപ്പോൾ കുട്ടീൻ്റെ അടുത്താണ് ഈ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. മോനെ, നീ ഇത്ര സമയത്തൊന്നും ഉന്താൻ പാടില്ല, ഇന്ന സമയത്ത് ഉന്തണം എന്നൊക്കെ നിർദ്ദേശം കൊടുത്തു. മരം തള്ളിയിടാൻ പാടില്ല എന്നൊക്കെ അവനോട് പറയും. അപ്പോൾ ഓന് എപ്പോഴാണോ ഈ മരം ഉന്തണത് അപ്പം ആന വലിച്ചു, മരം വീണു. അപ്പോൾ ഈ മരം വീഴ്ത്തിയത് ശരിക്കും ഈ നിൽക്കുന്ന മരം വീഴുക എന്നുള്ള പണിയെടുത്ത ശരിക്കും ആരാ? ആനയാണ്. മരം വീഴ്ത്തിയതിൻ്റെ ക്രെഡിറ്റ് ശരിക്കും ആർക്കാ? ആനക്കാ. പക്ഷെ ആന വെറുതെ വലിച്ചതാണോ? അല്ല, ഈ കുട്ടി ഉന്തിയിട്ട. ഇതിൻ്റെ ഉത്തരവാദി ആരാ? മരം ഇപ്പോൾ വീണതിൻ്റെ ഉത്തരവാദി ആരാ? കുട്ടിയാ അല്ലേ? കുട്ടി ഉന്തിയിട്ടല്ലേ ആന വലിച്ചത്, വെറുതെ വലിച്ചല്ലല്ലോ. അപ്പം മരം വീഴ്ത്തിയതിൻ്റെ ഉത്തരവാദിത്വം കുട്ടിക്ക് പോയി. എന്നാൽ ഇതൊരു പണി നടക്കുക എന്നതിൻ്റെ ക്രെഡിറ്റ് ആനക്കും പോയി. എന്നത് മാതിരിയാണ് അള്ളാഹു പ്രവർത്തനങ്ങളെ പടച്ചു തരുന്നത്. അള്ളാഹു ഖലഖക്കും വമാ തഅമലൂൻ. നമ്മളെയും നമ്മളെ പ്രവർത്തനങ്ങളെ അള്ളാഹു ആണല്ലോ പടക്കുക. അപ്പം കൈ ഇങ്ങനെ പൊന്തുക എന്ന് പറയുന്നത് ഈ ഒരു പണി നടത്തുന്നത് ശരിക്കും അള്ളാഹാണ്. ഞാൻ തുനിയ മാത്രം ചെയ്തത്. ഈ കുട്ടീൻ്റെ പണിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എനിക്ക് കള്ള് കുടിക്കാൻ ശ്രമിക്കുമ്പോൾ കള്ളുകുടിയെ ഉണ്ടാക്കി തരുന്നത് അള്ളാഹുവാണ്.
നിസ്കരിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ ഞാൻ കുട്ടീൻ്റെ പണിയാണ് ചെയ്യുന്നുള്ളൂ. ആ പ്രവർത്തനം എൻ്റെ ശരീരത്തെ പിടിച്ച് ഇളക്കുകയും നിർത്തുകയൊക്കെ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പ്രവർത്തനമാണ്, അള്ളാഹുവിൻ്റെ ഖൽഖാണ്. അപ്പോൾ അള്ളാഹുവാണ് ഇവിടെ എല്ലാം. അപ്പോൾ ചിലപ്പോൾ ഞാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹ്ക്ക് പണി ചെയ്യാണ്ടിരിക്കുക, കുട്ടി എന്തുമ്പോൾ ആനക്ക് പണി വലിക്കാതിരുന്നൂടെ. സ്വാതന്ത്ര്യം അള്ളാഹിൻ്റെ അടുത്താണ്. അപ്പോൾ ആത്യന്തികമായ കൺട്രോൾ അള്ളാഹിൻ്റെ അടുത്ത് തന്നെയുള്ളത്. നമ്മളെ കസ്ബ് കൊണ്ടൊന്നും ഇവിടെ ഒന്നും നടക്കൂല. അപ്പോൾ ആത്യന്തികമായ എല്ലാം നിയന്ത്രിക്കുന്നതും നമ്മളെ പ്രവർത്തനങ്ങളെ അടക്കം സൃഷ്ടിക്കുന്നതും തീരുമാനിക്കുന്നതും അള്ളാഹു ആണെന്ന് പറയാം. അതോടൊപ്പം നമുക്ക് എന്തുണ്ട്, ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യം അനുസരിച്ച് നമ്മളിൽ ഉണ്ടാകുന്ന പ്രവർത്തനത്തിൻ്റെ ഉത്തരവാദി നമ്മളാണ്. ഇനി എപ്പോഴെങ്കിലും അള്ളാഹ്ക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, കൈ കൊഴിഞ്ഞു പോകുന്നില്ല പലരും. അതെന്താവും കസ്ബ് ചെയ്യുന്നുണ്ട്, പക്ഷെ അള്ളാഹ് എന്ത് ചെയ്യുന്നില്ല, കൈ ഉയർത്തി കൊടുക്കുന്നില്ല. അപ്പം അള്ളാഹിൻ്റെ കയ്യിലാണ് കടിഞ്ഞാൻ ആത്യന്തികമായി. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാണ്ട് തന്നെ കൈ ഇങ്ങനെ വേറെ രോഗമുള്ളതല്ലേ, വിറക്കുന്ന രോഗം, അവൻ ഗസ്ബ് ചെയ്യുന്നില്ല, അവൻ വിചാരിക്കുന്ന അടക്കി നിർത്തണം എന്നാണ്. പക്ഷെ അറിയാതെ എന്ത് ചെയ്യാണ്, അള്ളാഹ് പിടിച്ചിളക്കുകയാണ്. ആന സ്വന്തം മരം വലിച്ചിടുന്ന പോലെ. അപ്പം ഇങ്ങനെ ചെയ്തതിന് അള്ളാഹ് ശിക്ഷിക്കുന്നില്ല. കാരണം അള്ളാഹ് സ്വന്തം ഇഷ്ടാനുസരിച്ച് ചെയ്ത പണിയല്ലേ. ഇപ്പോൾ ഇവൻ്റെ ഇഖ്തിയാറില്ലാതെ ഇവൻ്റെ ഇഷ്ടപ്രകാരം അല്ലാതെ ഒരു പ്രവൃത്തി അള്ളാഹ് ചെയ്താൽ അതിന് വേണ്ടി അള്ളാഹ് അവനെ ശിക്ഷിക്കുന്നില്ല, ഒരു തിന്മയാണ് വിചാരിച്ചിട്ടൊന്നും. നമ്മളിങ്ങനെ നടന്നുമ്പോൾ വീണുപോയി, അത് നമ്മൾ ബോധപൂർവം ചെയ്യുന്നല്ലേ, അള്ളാഹ് നമ്മളെ ഉദ്ദിട്ടതാ യഥാർത്ഥത്തിൽ പറഞ്ഞേ. പിന്നെ അപ്പോൾ ഈ വിഷയം നമ്മൾ ആദ്യം വിഷയം റെഡിയാക്കുക, എന്നിട്ട് പിന്നെ അതിനുള്ള അനുസരിച്ച് വാർത്തകൾ മനസ്സിലാക്കുന്നുണ്ട്. വിഷയം റെഡിയായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. പിന്നെ അള്ളാഹുവിൻ്റെ നിയന്ത്രണവും നമ്മളെ നിയന്ത്രണത്തിൻ്റെയും കൂടി ഒരു സ്വഭാവം. ഈ ഉദാഹരണം മനസ്സിലാക്കിയ സിമ്പിളായിട്ട് നമുക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കാനും പറ്റും. നമ്മളൊരു വാഹനത്തിൻ്റെ ഡ്രൈവറായി, നമ്മുടെ ശരീരം എന്ന വാഹനത്തിൻ്റെ ഡ്രൈവറായി നമ്മളെ നിശ്ചയിച്ചു. നമ്മളൊരു കാർ ഓടിക്കുകയാണെന്ന് സങ്കല്പിക്കുക. മുമ്പിലൊരു റോഡുണ്ട്, കുറച്ച് ഞാൻ വലത്തോട്ടും ഇടത്തോട്ടും 2 റോഡുണ്ട്. വലത്തോട്ട് പോകാനാണ് നമ്മളോട് കൽപ്പിച്ചത്, ഇടത്തോട്ട് പോകരുത് എന്നാണ് കൽപ്പിച്ചത്. കൽപ്പന 2 തന്നിട്ടുണ്ട് നമുക്ക്. പക്ഷെ അള്ളാഹു തആല നിർബന്ധിച്ച് വലത്തോട്ട് ആണി അടിച്ച് വെച്ചിട്ട് സ്റ്റാറിങ് അല്ല തന്നത്, വലത്തോട്ട് ഇടത്തോട്ട് തിരിക്കാൻ പറ്റിയ സ്റ്റാറിങ്ങും തന്നു. പിന്നെ അപ്പോൾ സ്റ്റാറിങ് വളയ്ക്കുകയും തിരിക്കുക അനുസരിച്ചാണ് വണ്ടി പോവുക. ഓക്കെ, എന്നാൽ ഈ വണ്ടിക്കൊരു പ്രത്യേകത ഉണ്ട്. നമുക്ക് ക്ലാസ്സുകളിലുമൊക്കെ സിമ്പിളാക്കി അവതരിപ്പിക്കാൻ പറ്റിയ സംഭവം അത്. ഈ വണ്ടിയുടെ നിർമ്മാതാവിൻ്റെ കയ്യിൽ ഒരു റിമോട്ടുണ്ട്. ഈ റിമോട്ട് കൊണ്ട് ഈ ഡ്രൈവർ ഏത് വഴിക്ക് പോവുകയാണെങ്കിലും ഈ റിമോട്ട് കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ഈ വണ്ടി കൺട്രോൾ ചെയ്യാൻ ഈ മുതലാളിക്ക് കഴിയും, ഇതിൻ്റെ പ്രൊഡ്യൂസർക്ക് കഴിയും. ഈ റിമോട്ടിൽ 3 സ്വിച്ച് ഉണ്ട്. വലത് ഭാഗത്തൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി വലത്തോട്ടണ്ട് വളയും. ഇയാൾ സ്റ്റാറിങ് എന്ത് കളിച്ചിട്ടും കാര്യമില്ല, വണ്ടി വലത്തോട്ടണ്ട് പോകും. ഇയാൾ മുതലാളി ഇടത്തോട്ടുള്ള സ്വിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ വണ്ടി ഇടത്തോട്ടും പോകും. ഇയാൾ സ്റ്റാറിങ്ങിനൊന്നും പിന്നെ പ്രസക്തിയില്ല. നടുവത്തൊരു സ്വിച്ച് ഉണ്ട്. ഈ നടുവത്തെ സ്വിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ സ്റ്റാറിങ് എങ്ങോട്ടാണോ തിരിക്കുന്നത് അങ്ങോട്ട് വണ്ടി പോകും. അപ്പം 3 സ്വിച്ച് മുതലാളിൻ്റെ അടുത്തുണ്ട്. മുതലാളി എപ്പോഴും ഇങ്ങനെ CCTVയിൽ കാറ് ഏതൊക്കെ വഴിക്കൂടെ പോകുന്നുണ്ടെന്നൊക്കെ കാണുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. സ്ഥലത്തുമ്പോൾ വലത്തോട്ടോ ഇടത്തോട്ടോ പോകണത് എന്ന് നിയന്ത്രിക്കാൻ മുതലാളിക്ക് കഴിയും. മുതലാളി വലത്തോട്ട് ഞെക്കിയാൽ വണ്ടി ഒറ്റയടിക്ക് വലത്തോട്ട് പോകും, അല്ലെങ്കിൽ ഇടത്തോട്ട് പോകും. മുതലാളി സെൻറ്റർ ഞെക്കിയാൽ മാത്രമേ എന്തേ ഉള്ളൂ, ഈ സ്റ്റാറിങ് അനുസരിച്ച് പ്രവർത്തിക്കുള്ളൂ. മുതലാളി ഹിക്മത്തുള്ള ആളാണ്. സ്വാഭാവികമായി പൊതുവേ ഉള്ള പതിവ് സെൻട്രലിൽ ഞെക്കല, സ്റ്റാറിങ്ങിന് വിട്ടുകൊടുക്കല. അപ്പോൾ സ്റ്റാറിങ് അനുസരിച്ച് ഈ വണ്ടി ഇങ്ങനെ പോകുന്നു. അതനുസരിച്ച് സ്റ്റാറിങ് അനുസരിച്ച് പോയതിൻ്റെ ഉത്തരവാദി ഡ്രൈവറാണ്. അപ്പോഴും എന്തുണ്ട്, ഈ സ്റ്റാറിങ് അനുസരിച്ച് ഓടിക്കുന്ന ഈ ഓട്ടത്തെ പറ്റി നമുക്ക് രണ്ടും പറയാം. ഈ ഡ്രൈവറാണ് ഇത് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറയാം, അല്ലേ? അതോടൊപ്പം ഇതിൻ്റെ മേൽ കൺട്രോൾ ആർക്കുണ്ട്, റിമോട്ട് പിടിച്ച മുതലാളിക്കുണ്ട്. കാരണം ഈ ഡ്രൈവറെ കൺട്രോൾ അനുസരിച്ച് നടക്കണോ വേണ്ടേന്ന് ആരവിടെ തീരുമാനിച്ചേ, മേലത്തെ റിമോട്ടിലാണ്. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ ഇഖ്തിയാർ അനുസരിച്ച് നടക്കണം എന്നതും അള്ളാഹ് തീരുമാനിച്ചുകൊണ്ടാണ് നമ്മൾ ഇഖ്തിയാർ അനുസരിച്ച് നടക്കണത്. അപ്പം ഈ ഉദാഹരണം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ 2 കൺട്രോളിനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമ്മൾ തീരുമാനിക്കുന്നു എന്ന് പറയുന്നതും അതോടൊപ്പം അള്ളാഹു തീരുമാനിക്കുന്നു എന്ന് പറയുന്നതൊക്കെ നമുക്ക് ഒന്നിച്ച് മനസ്സിലാക്കാൻ പറ്റും.
നമുക്ക് മൂന്നാമത്തെ സ്റ്റാറിങ് സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ നമ്മളെ സ്റ്റാറിങ്ങിനനുസരിച്ചാണ് വണ്ടി പോണത്. ഇപ്പം നമ്മളെ കസ്ബ് അനുസരിച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ കളവും പറയാം, സത്യവും പറയാം. കളവ് പറഞ്ഞാൽ ഞാനാണ് ഉത്തരവാദി. ഈ കുട്ടി ഉന്തിയിട്ടിട്ട് മരം വീണാൽ കുട്ടിയല്ല ഉത്തരവാദി. അപ്പം കസ്ബ് തന്ന് അതനുസരിച്ച് അള്ളാഹ് ഹൽക്ക് ചെയ്യലാണ് അള്ളാഹിൻ്റെ പതിവ്. ആദത്ത് അങ്ങനെയാണെന്ന് മാത്രം. ഈ ആദത്തിൽ നിൽക്കുന്നതോളം കാലം എൻ്റെ തിന്മകൾക്കുള്ള ഉത്തരവാദി ഞാനാണ്. തിന്മ ചെയ്താൽ എൻ്റെ ഇഖ്തിയാർ കൊണ്ടാണ് ഞാൻ ആ തെറ്റ് ചെയ്തത്. അള്ളാഹ്ക്ക് വേണമെങ്കിൽ എന്നെ പിടിച്ച് നിർബന്ധിച്ച് തിന്മ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നന്മ ചെയ്യിപ്പിക്കുക. അത് ചെയ്യിപ്പിക്കുന്നില്ലല്ലോ. സാധാരണഗതിയിൽ അള്ളാഹ് നമ്മളെ സ്വാതന്ത്ര്യത്തിന് വിട്ടുതരികയാണ്. ഈ സ്വാതന്ത്ര്യം അനുസരിച്ച് ചെയ്യുന്നതിനൊക്കെ ഉള്ള ക്രെഡിറ്റ് കസ്ബ് എന്ന് പറയുന്നത് സ്റ്റാറിങ് രണ്ടിനും പറ്റിയതാ. നന്മ മാത്രം ചെയ്യാനുള്ള കസ്ബ് പറഞ്ഞ കസ്ബില്ല. ഇഖ്തിയാർ എന്ന് പറഞ്ഞാൽ അതിനും ഇതിനും പറ്റുന്നൊരു സ്റ്റാറിങ് ആണ് ഇഖ്തിയാർ. നന്മ മാത്രം ചെയ്യാനുള്ള ഇഖ്തിയാർ എന്ന് പറഞ്ഞാൽ ഇഖ്തിയാർ എന്ന് പറയൂല, അതിന് ജബർ എന്ന് പറയാം. അത് നമ്മളെ അശായറത്തിന്റെ ഇസ്തിലാഹ് അനുസരിച്ച് രണ്ടും ഒന്നാ. കസ്ബ് എന്ന് പറയുന്നത് ഇഖ്തിയാർ എന്ന് പറയുന്നത്. മാതുരീദിയത്തെ അതിനെ മാതുരീദി ഒന്നുകൂടി അഖിലിയായിട്ട് ഇങ്ങനെ ഗഹനമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പം മാതുരീദിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ചെയ്യുന്ന പണിയില്ലേ, നമ്മൾ ഞാൻ കൈ പൊന്തിക്കുമ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്ന ആ തുനിയൽ ശ്രമമാണ് കസ്ബ്. ഈ കസ്ബ് ചെയ്യാനുള്ളൊരു കുതിരത്ത് നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ. കസ്ബ് ചെയ്യുന്നതിന് മുമ്പും കസ്ബ് ചെയ്യാനുള്ളൊരു കുതിരത്ത്, അതിനാണ് ഇഖ്തിയാർ എന്ന് പറയുന്നത്. അപ്പം കസ്ബ് എന്ന് പറഞ്ഞാൽ അതാത് സമയത്ത് ചെയ്യുന്ന കസ്ബിനാണ് കസ്ബ് എന്ന് പറയുക. ചെയ്യാത്തപ്പോഴും അതിന് അള്ളാഹു നൽകുന്ന ആ കഴിവിന് ഇഖ്തിയാർ എന്ന കുതിരത്ത്. ഇഖ്തിയാർ ഒരു കുതിരത്താണ് നമ്മൾക്ക് തരുന്ന. അത് വിനിയോഗിക്കുന്ന ആ ഫെയിലിനാണ് കസ്ബ് എന്ന്. അതിൻ്റെ പദം തന്നെ കസ്ബ് പറഞ്ഞ പണി, ജോലിയാണല്ലോ. അങ്ങനൊരു ഖിലാഫ് അല്ല, ആശയത്തിലൊന്നും വ്യത്യാസമല്ല. പ്രയോഗത്തിൽ നമ്മൾ പൊതുവെ കസ്ബ് ഇഖ്തിയാറൊക്കെ ഒരേ അർത്ഥത്തിൽ തന്നെയാണ് പറയുക. അപ്പോൾ അതിന് വളരെ കൃത്യമായ ലോജിക്കലായ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ഈ സംവിധാനം അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. അള്ളാഹിൻ്റെ അടുത്ത് എല്ലാ കൺട്രോളും ഉണ്ടായിരിക്കെ തന്നെ നമ്മൾ ചെയ്യണ നന്മേൻ്റെയും തിന്മേൻ്റെ ഉത്തരവാദി നമ്മളാകുന്നു. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, തന്നിട്ടുണ്ട്. സൃഷ്ടിപ്പിൽ പ്രത്യേക സവിശേഷതകൾ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ചില ആളുകളെ മെന്റലി അവരുടെ ഇന്ന ഭാഗങ്ങൾ വികസിച്ചിരിക്കും, അല്ലെങ്കിൽ ഇന്ന ഹോർമോണുകൾ കൂടുതൽ അവർക്ക് പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ആളുകളാണ്. അപ്പൊ ഇന്ന ടെൻഡൻസി മെന്റാലിറ്റി കൂടുതലുള്ള ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്രിയേഷനിൽ തന്നെ ഉള്ളതുകൊണ്ട് നല്ല പ്രസക്തമായൊരു ചോദ്യം മനസ്സിലായല്ലോ അല്ലേ? അതായത് നമ്മളിപ്പം സൈക്കോളജിക്കലി അല്ലെങ്കിൽ നമ്മളെ തലച്ചോറിനെ പറ്റി ഹോർമോണിനെ പറ്റിയൊക്കെ പഠിച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് സാഡിസം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ ശരീരത്തിൽ കൂടുതൽ അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, അഡ്രിനൽ ഗ്ലാൻഡൊക്കെ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ എനിക്ക് ജന്മനാ തന്നെ ഇങ്ങനെ ഒരു ഡിസോർഡർ ഉണ്ട്. അപ്പോൾ അവൻ കൂടുതൽ അഗ്രസീവായിട്ട് പെരുമാറും, പ്രവർത്തിക്കും, ചിലപ്പോൾ അടിയും കച്ചറയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇവനല്ലല്ലോ ഉത്തരവാദി, ഈ രൂപത്തിൽ സൃഷ്ടിച്ച അള്ളാഹുവല്ല ഉത്തരവാദി എന്നുള്ളതാണ്. അത് നമ്മളൊന്നും കൂടി അതിനെ തഫ്സീലാക്കി മനസ്സിലാക്കണം. എനിക്കൊരു കൂട്ടുകാരനുണ്ട്. ഈ ഹോർമോണുകൾ കൊണ്ടും തലച്ചോറിലെ സവിശേഷതകൾ കൊണ്ടൊന്നും നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതെയാക്കുന്നില്ല, സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നില്ല. എനിക്ക് ദേശക്കാരൻ ദേഷ്യപ്പെടാതിരിക്കാനുള്ള കഴിവ് ഓനക്കുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലേ ഓനക്ക് തക്ലീഫുള്ളൂ, ഓനോട് കൽപ്പന ഉള്ളൂ. ഓനക്കൊരു നിലക്കും പിടിച്ചോക്കാൻ പറ്റാതെ ഓൻ ദേഷ്യപ്പെടുന്ന ഒരു ഇതാണ് സ്വഭാവമാണെങ്കിൽ അതിന് ശിക്ഷ അല്ല. അങ്ങനെ സാധാരണഗതിയിൽ ഉണ്ടാകും. ചിലർക്ക് കുറച്ച് ദേഷ്യം കൂടുതലും കുറവൊക്കെ ഉണ്ടെങ്കിലും അതുകൊണ്ട് ശരീര പ്രകൃതിയിൽ ഏറ്റക്കുറവുണ്ടാവുമെങ്കിലും ഇതിനെ പൂർണ്ണമായി എന്ത് ചെയ്യുന്നില്ല, നിഷേധിക്കുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ പറഞ്ഞാൽ, എനിക്കൊരു കൂട്ടുകാരനുണ്ട്. അവൻ കള്ളുടിക്കാൻ ഇങ്ങനെ പ്രചോദിപ്പിക്കുന്നൊരു കൂട്ടുകാരനാണ്. കുടിക്കി എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനാണ്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് കുടിക്കാനുള്ള ഒരു ടെൻഡൻസി എനിക്ക് കൂടൂലേ? വേറൊരുത്തനക്ക് ആ കൂട്ടുകാരനില്ല, അല്ലെങ്കിൽ അവൻ്റെ അടുത്തുള്ള കൂട്ടുകാരന് കുടിക്കണ്ട എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനാണ്. അപ്പോൾ ഓനക്ക് കുടിക്കാതിരിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അതേ സമയത്ത് ഇവിടെ ടെൻഡൻസി കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും ആത്യന്തികമായി കുടിക്കാനും കുടിക്കാതിരിക്കാനുമുള്ള കഴിവ് രണ്ട് വ്യക്തിക്കുണ്ട്. എൻ്റെ കൂട്ടുകാരിങ്ങനെ പറഞ്ഞാലും കുടിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്.
എന്നെ പിടിച്ച് നിർബന്ധിച്ച് വായിൽ ഒഴിപ്പിച്ചെന്നാൽ മാത്രമേ സ്വാതന്ത്ര്യം ഇല്ലാണ്ടാകുന്നുള്ളൂ. സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടാകുന്നതോടൊപ്പം ഒരു പ്രേരണ കൂടുതൽ ഒരു വശത്തേക്കുണ്ട്, വേറൊരാൾക്ക് നെഗറ്റീവ് സൈഡിലേക്ക്, ഓപ്പോസിറ്റ് സൈഡിലേക്ക് പ്രേരണ ഉണ്ടാകും. അപ്പം അള്ളാഹുവിന് ഇപ്പോൾ കൂട്ടുകാരൻ്റെ വിഷയത്തില്ല, ഈ സാധനം നമ്മളെ തലച്ചോറിലും ഹോർമോണിലും നടക്കുന്നു എന്നാണ് ഇപ്പോഴും പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം ചിലവർക്ക് പ്രകൃതിപരമായ ജന്മന തന്നെ അവൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ നന്മ ചെയ്യാനുള്ള പ്രേരണ കൊടുക്കുന്നുണ്ട്. ചിലവരുണ്ട് നല്ല അടങ്ങി കുത്തിരിക്കും. ചെറിയ കുട്ടീനെ, അവനക്കിപ്പോൾ അധികം ബാഹ്യമായ ശക്തികളൊന്നുമില്ല. ചെറിയ കുട്ടീൻ്റെ കസേരയിൽ ഇരുത്തിയാൽ, പിന്നെ പെങ്ങളെ കുട്ടി 3-4 വയസ്സുള്ള കുട്ടിയാണ്, അവനൊരു കസേരയിൽ പോയി ഇരുത്തിയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞാലും അവൻ ആ കസേരയിൽ തന്നെ കുത്തിരിക്കും. എന്നാൽ എൻ്റെ കുട്ടീനെ ഒരു കസേരയിൽ ഇട്ടിട്ട് പോയിട്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ കസേര പൊളിച്ച് അവിടെ പമ്പരം കിടക്കിയിട്ടുണ്ടാവുക. ഈ ചെറിയ കുട്ടിക്ക് ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്ന 2 സ്വഭാവ വ്യത്യാസങ്ങളാണ്. അപ്പം ഇത് ഈ കൂട്ടുകാരൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു, സ്വാതന്ത്ര്യം പൂർണ്ണമായി ഹനിക്കുന്നില്ല. അപ്പോഴിവിടെ ഒരു അസമത്വം ഉണ്ടല്ലോ അല്ലേ ഒരുത്തനക്ക്. ഒരു അസമത്വം, ഒരാൾക്ക് കൂടുതൽ അടങ്ങി കുത്തിരിക്കും, ഓൻ പറഞ്ഞാൽ വേഗം കേൾക്കും, അനുസരിക്കും. ചില ആൾക്കാർക്ക് പിന്നെ കൃത്യമായി നിസ്കരിക്കണം, നോമ്പ് നിർദ്ദേശം കിട്ടിയാൽ ഓനക്ക് കറക്റ്റായിട്ട് നിസ്കരിക്കാനും അതനുസരിക്കാനും ഓനക്ക് വലിയ പ്രയാസമല്ല, മാനസികമായിട്ട് വലിയ പ്രയാസമല്ല. ചില ആൾക്കാർക്ക് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ടെൻഡൻസി, ഓനക്ക് നിസ്കരിക്കാനും നേരത്തെ പള്ളിയിലെത്താനൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ഈ പ്രയാസത്തിൻ്റെ അളവിലാണ് ഏറ്റവും വ്യത്യാസമുള്ളത്. അതനുസരിച്ച് അള്ളാഹു, ഇത് രണ്ടും അറിയുന്ന ആളല്ലേ അള്ളാഹു കൊടുക്കുന്ന കൂലിയിലും വ്യത്യാസപ്പെടുത്തും. ഈ നല്ല പ്രകൃതമുള്ളവന് നിസ്കരിക്കുന്നതിനേക്കാളും കൂടുതൽ ഈ മറ്റോ നിസ്കരിച്ചാൽ കൂലി കൂടുതൽ കിട്ടും. അപ്പം അത് അള്ളാഹ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിഫലത്തിൽ ബാലൻസ് ചെയ്യും. ഇവിടെ ദുനിയാവിൻ്റെ സ്വഭാവം നടക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റക്കുറച്ചിൽ വരുത്തുന്നതെങ്കിലും ആഖിറം ചേർത്ത് വെക്കുമ്പം ഈ വ്യത്യാസം അള്ളാഹുവിൻ്റെ നീതി ഒരിക്കലും എന്താവില്ല, ബാധിക്കില്ല. അപ്പോൾ നല്ല ഇപ്പോൾ നിസ്കാരം മാത്രം നോക്കിയിട്ട് കൂലി കണക്കാക്കാൻ പറ്റില്ല. റിസ്ക് എടുത്തിട്ട് മനസ്സിനോട് യുദ്ധം ചെയ്ത് നിസ്കരിക്കുന്നവനുണ്ടാവും, ഓൻ ചിലപ്പോൾ കുറച്ചായിരിക്കും ചെയ്യുന്നത്, ഓനക്ക് ചിലപ്പോൾ ഭയങ്കര കൂലി കൊടുക്കേണ്ടി വരും. അതേസമയത്തിന് അനുകൂല സാഹചര്യം, നമ്മൾ ബാഹ്യമായ ഘടകങ്ങൾ പറയലുണ്ടല്ലോ, പള്ളിയിൽ നിൽക്കുന്ന ഇങ്ങനെ എല്ലാ സാഹചര്യം ഉള്ളവനക്ക് കൂലി കുറയും. അതുപോലെ പിന്നെ മീൻ കച്ചവടക്കാരൻ്റെ അല്ലെങ്കിൽ ഇറച്ചി കച്ചവടക്കാരൻ്റെ ഇടയിൽ കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നതിന് കൂലി കൂടും നമ്മൾ പറയും. അതേപോലെ തന്നെ നമ്മൾ മാനസികമായി നമ്മൾ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുള്ള കൂലി വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് അള്ളാഹു അതിൽ ബാലൻസ് ചെയ്യും. നമ്മൾ ഈ ടോപ്പിക്ക് ചുരുക്കുക, നിർത്തുക അല്ലേ. അങ്ങനെ പറഞ്ഞ പറഞ്ഞൊരായത്തിൻ്റെ അർത്ഥം കൂടി ഫിത്ര, അതായത് നമ്മൾ പശ്ചാത്തലങ്ങൾ ആണ് എന്ത് ചെയ്യുന്നു, നമ്മൾ പിന്നെ സൈക്കോളജിയിൽ കുറേ സ്കൂളുകൾ അവതരിപ്പിക്കപ്പെടുന്നിടത്ത് പിന്നെ അതായത് ഒരു മാതാവിനും പിതാവിനും ഒരാൾ ജബർ ചെയ്ത് കാഫറാക്കാൻ പറ്റില്ല, ജബർ ചെയ്തിട്ട് ഒരാളെ എന്ത് ചെയ്യാൻ പറ്റില്ല, മുഅ്മിനാക്കാൻ പറ്റില്ല. പിടിച്ച് നിർബന്ധിച്ച് മുഅ്മിനാക്കാനോ നിർബന്ധിച്ച് കാഫറാക്കാനോ പറ്റില്ല. ഈ പ്രേരണകൾ നമ്മളെ സ്വാധീനിക്കും. ഇപ്പോൾ നമ്മൾ നല്ലൊരു പാരൻറ്റിങ്ങിനൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ പറയേണ്ട ആയത്താണ്, നമ്മൾ പാരൻറ്റിങ് നന്നാവണം, നമ്മളെ ചുറ്റുപാടുകൾ നന്നാവണം, അത് നമ്മളെ സ്വാധീനിക്കും. അപ്പോൾ ആ പറയേണ്ട ഉദ്ദേശം കുട്ടികളിൽ തന്നെ ആദ്യം തന്നെ എന്താകുന്നില്ല, ഈ തീവ്രതകളും പിന്നെ നെഗറ്റീവ് സ്വഭാവങ്ങളൊക്കെ വന്നപോലെ തെമ്മാടിയാവുകയല്ല. ഈ സാഹചര്യങ്ങളിലൂടെയാണ് വലിയൊരു പക്ഷവും ഇവനിൽ തിന്മകളിലേക്ക് എത്തിപ്പെടുന്നത്. സാഹചര്യങ്ങളൊക്കെ നന്നാക്കണം, നമ്മുടെ രക്ഷിതാക്കൾ നല്ല പെരുമാറ്റം കാണിച്ചു കൊടുക്കണം എന്നൊക്കെ അർത്ഥമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ അമ്മാത്തശാവിനും ഇല്ല യശാ അല്ലാ എന്ന് പറയുമ്പോൾ എൻ്റെ നേരെ ലാഹിറായ അർത്ഥം പറയുമ്പോൾ നമ്മളീ പറഞ്ഞൊക്കെ ചിലപ്പം തെറ്റായിട്ട് തോന്നും. കാരണം നമ്മളെ നല്ല ചെയ്യണമെന്ന് ഉദ്ദേശിക്കണതും അള്ളാഹ് നേരത്തെ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടാണെന്നാണ് തോന്നുന്നത്. പല തഫ്സീറുകൾ നോക്കിയാൽ എൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. അർത്ഥം ശരിക്കും ശ്രദ്ധിച്ചോളിയേ. പിന്നെ ഇതിൽ ഡൗട്ടുള്ളവർ ശ്രദ്ധിച്ചാൽ മതി, എല്ലാവരും ശ്രദ്ധിക്കണമെന്നില്ല. വമാ തശാഊന, നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, പിന്നെ ഇറാദത്ത് മശീഅത്ത് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ തർജീഹു അഹദി തൊറഫൈനി, അങ്ങനെ വേണോ ഇങ്ങനെ വേണോ എന്നുള്ള രണ്ടാലൊന്നിനെ തർജീഹ് ചെയ്യുക. നമ്മൾ ഞാനിപ്പോൾ പാല് കുടിക്കണോ അല്ലെങ്കിൽ കള്ള് കുടിക്കണോ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാനുള്ള ഒരു ശേഷി നമുക്കുണ്ട്. അതിനാണ് ഇറാദത്ത് മശീഅത്ത് എന്ന് പറയുക. ഈ ശേഷി അള്ളാഹു മൃഗങ്ങൾ പിന്നെ ഈ സോഫക്ക് കൊടുത്തിട്ടില്ല. സോഫ അങ്ങനെ ഉദ്ദേശിക്കുമോ, ഇവിടെ നിൽക്കണം, കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് മാറിയിരിക്കണം എന്ന് സോഫ ഉദ്ദേശിക്കില്ല. ഈ ചുമരിന് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ചുമരിന് ഉദ്ദേശമൊന്നുമില്ല. ചുമരിൽ അങ്ങനത്തെ ഒരു ബോധം തന്നെ ചുമരിനുണ്ടാവില്ല. ചുമരിൽ ഇങ്ങനെ അന്തല്ലാതെ നിൽക്കുക.
എന്നാൽ മനുഷ്യന്മാരങ്ങനെയല്ലല്ലോ. മനുഷ്യന്മാർ നന്മയാണോ തിന്മയാണോ എന്നൊക്കെ നമുക്ക് ഉദ്ദേശിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. അതല്ലേ ഇത് തന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്ന ജീവിയാകണം എന്ന് തീരുമാനിച്ചാരാ? അള്ളാണ്. അള്ള തീരുമാനിച്ചത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? അള്ള തീരുമാനിച്ചത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അള്ള തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ലായിരുന്നു. അള്ളാഹു തീരുമാനിച്ചത് കൊണ്ടല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാൻ അതിൻ്റെ അർത്ഥത്തിലേക്ക് വന്നത്. തിരിഞ്ഞോ? വമാ തശാഉന പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കാതെ നന്മയോ തിന്മയോ രണ്ടും ഉദ്ദേശിക്കാനുള്ള കഴിവ്, അതനുസരിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇല്ലാ അൻ യശാ അല്ലാഹ്. ഇങ്ങനെ ഉദ്ദേശിക്കണം എന്ന് അള്ളാഹ് ഉദ്ദേശിച്ചത് കൊണ്ടല്ലാതെ, ഉദ്ദേശിക്കണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പം അള്ളാഹ് എന്താ ഉദ്ദേശിച്ചത്? നമ്മളിങ്ങനെ നന്മയും തിന്മകളൊക്കെ നമ്മൾ സ്വയം ഉദ്ദേശിക്കണം എന്നാണ് അള്ളാഹ് ഉദ്ദേശിച്ചത്. ഇഖ്തിയാർ വേണം എന്നാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. അള്ളാഹു തീരുമാനിച്ചത് കൊണ്ടാണ് നമുക്ക് ഇഖ്തിയാർ കിട്ടിയത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അർത്ഥത്തെ തഈദ് ചെയ്യാണ് യഥാർത്ഥത്തിൽ ഈ ആയത്ത് ചെയ്യുന്നത്. കഴിയില്ലായിരുന്നു. മറ്റേ അർത്ഥം എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ, ഞാൻ ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം, ഞാൻ എന്തിനെയാണോ ഉദ്ദേശിക്കുന്നത് അതിനെ അള്ളാഹു നേരത്തെ ഉദ്ദേശിച്ചു എന്ന് നമ്മൾ ലാഹിർ വരിക. അതിന് ശരിക്കും പറയേണ്ടത് വമാ തശാഉന ഇല്ലാ മാ ഷാ അള്ളാഹ് എന്ന് പറയണ്ടേ. ഇല്ലാമാ ഒരു കാര്യത്തെ അല്ലാതെ ഷാ അള്ളാഹ്, അള്ളാഹു ആ കാര്യത്തെ ഉദ്ദേശിച്ചു, ഇങ്ങനെ പറയണ്ടേ. ഇല്ലാ അൻ യശാ അള്ളാഹ് എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങളുടെ ഉദ്ദേശിക്കലിനെ അള്ളാഹു നേരത്തെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ ടോപ്പിക്ക് നിർത്തുക. ഇപ്പം ചെറിയ ഉദാഹരണങ്ങൾ, ഇപ്പം നമ്മൾ ചെറിയ ആനേൻ്റെ ഉദാഹരണം പറയുമ്പോൾ ആ സാധനം ഒന്ന് ക്ലിയർ ആവും. പിന്നെ രണ്ടിനുള്ള കഴിവ്, ഇപ്പോൾ ഒരു കടയിൽ കയറി അള്ളാഹുവാണ് നമുക്ക് തീരുമാനിക്കുന്നത് എന്നതിന് ഒരു ചെറിയ കുട്ടി, 5 വയസ്സായ കുട്ടി, അവനക്ക് അത് 5 വയസ്സല്ല, ചായ കുടിക്കാനോ പിന്നെ ജ്യൂസ് കുടിക്കാനോ ഒന്നും അവൻ്റെ അടുത്ത് പൈസ അല്ല. ഞാനാണ് രക്ഷിതാവ്, എൻ്റെ അടുത്ത് പൈസ ഉണ്ട്. അപ്പം എനിക്ക് വേണമെങ്കിൽ അവനെ നിർബന്ധിച്ച് ചായ വാങ്ങിക്കൊടുത്താൽ അവൻ ചായയെ കുടിക്കുള്ളൂ. ഞാൻ ജ്യൂസ് വാങ്ങിക്കൊടുത്താൽ അവൻ ജ്യൂസേ കുടിക്കുള്ളൂ. ഇപ്പം ഞാനല്ലേ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ദിവസം ഞാൻ ചായ വാങ്ങിക്കൊടുത്തു, അവൻ ചായ കുടിച്ചു. രണ്ടാമത്തെ ദിവസം ഞാൻ ജ്യൂസ് വാങ്ങിക്കൊടുത്തു, അവൻ ജ്യൂസ് കുടിച്ചു. മൂന്നാമത്തെ ദിവസം ഞാൻ കുട്ടീനോട് ചോദിച്ചു, മോനെ എനിക്കെന്താ വേണ്ടിയെന്ന് വെച്ചു. അപ്പോൾ ആദ്യത്തെ 2 ദിവസം ഞാനാ തീരുമാനിച്ചത് കുട്ടി എന്ത് കുടിക്കണമെന്ന്. മൂന്നാമത്തെ ദിവസം കുട്ടീനോട് ചോദിച്ചു, മോനെ നിനക്കെന്താ വേണ്ടിയത്? കുട്ടി പറഞ്ഞു എനിക്ക് ജ്യൂസ് മതി. അപ്പം ഞാൻ കുട്ടിയുടെ ഇഷ്ടം ജ്യൂസാണല്ലോ എന്ന് കരുതിയിട്ട് ജ്യൂസ് വാങ്ങിക്കൊടുത്തു. അപ്പോൾ കുട്ടിയുടെ ഇഷ്ടം അനുസരിച്ചല്ലേ ഇവിടെ ജ്യൂസ് കൂടി നടന്നത്, അല്ലേ? അതോടൊപ്പം എൻ്റെ തീരുമാനം കൂടിയില്ലേ, കുട്ടിയുടെ ഇഷ്ടം അനുസരിച്ച് നടക്കണമെന്ന് ഞാനല്ലേ തീരുമാനിച്ചത്, അല്ലേ? എനിക്ക് വേണമെങ്കിൽ തിരിച്ചും മറിച്ചൊക്കെ തീരുമാനിക്കാമായിരുന്നല്ലോ. കുട്ടിയുടെ ഇഷ്ടം ചോദിച്ചിട്ട് അതനുസരിച്ച് ഇവിടെ നടക്കട്ടെ എന്ന് തീരുമാനിച്ച ഞാനാ. അപ്പം ആത്യന്തികമായി എല്ലാം തീരുമാനിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതൊക്കെ അള്ളാഹു ആയിരിക്കെ തന്നെ കുട്ടിയുടെ ഇഷ്ടവും ഇവിടെ നടപ്പിലാകുന്നുണ്ട്. പിന്നെ അടുത്ത ടോപ്പിക് എന്താ ഞങ്ങൾ പറഞ്ഞേ? സമയമായില്ലല്ലേ? നമ്മൾ പറഞ്ഞ സമയം. പിന്നെ അതിനോരോന്ന് വിശദമായിട്ട് ഇപ്പോൾ ജ്യൂസ് കുട്ടി, അപ്പം അള്ളാഹു നമുക്ക് ഇഖ്തിയാർ തരുന്നു. അതോടൊപ്പം അള്ളാഹുവിൻ്റെ അടുക്കൽ കൺട്രോൾ ഉണ്ട്, നിയന്ത്രണമുണ്ട്. ആത്യന്തികമായ നിയന്ത്രണം പൂർണ്ണമായി അള്ളാഹുവിൻ്റെ അടുക്കലായിരിക്കെ തന്നെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. രക്ഷിതാവിൻ്റെ കയ്യിലാണ്, എൻ്റെ കയ്യിലാണ് കുട്ടി എന്ത് കുടിക്കണമെന്ന് പൂർണ്ണമായ തീരുമാനം. അതോടൊപ്പം കുട്ടിയുടെ ഇഷ്ടവും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്. അതൊക്കെ സിമ്പിളായ ഉദാഹരണങ്ങളാണ്. ചെറിയ കുട്ടികളൊക്കെ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ. പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ ഗഹനമായി പറഞ്ഞു കൊടുക്കണമെന്നില്ല. നമ്മുടെ അടുത്ത് തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചാൽ തിരിയാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് കുറച്ച് മനസ്സിലാക്കണം എന്നേ ഉള്ളൂ. ഇതിൻ്റെ അങ്ങനെയല്ല, സംശയം തീർക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞ് തീർക്കാവുന്നതേ ഉണ്ടാവുള്ളൂ അല്ലേ സംശയം. പറഞ്ഞു വിഷയങ്ങളൊക്കെ എടുക്കുമ്പോഴേ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ മദ്രസ കഴിഞ്ഞത് ചെറിയ പ്രായത്തിൽ ഈ ഒരു ബോധം കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എല്ലാത്തിനും ഉത്തരമുണ്ട്. ഇപ്പം നമ്മളൊക്കെ നമ്മളെ അവസ്ഥ തന്നെ, നമ്മൾ തന്നെ പലതും ഈ ഒരു ബോധ്യത്തിലാണ് പിടിച്ചിരിക്കുന്നത്. നമ്മൾ വലിയ ഉസ്താമാരെടുത്ത് എല്ലാത്തിനും ഉത്തരമുണ്ട്. നമ്മുടെ കിതാബിലൊക്കെ ഈ ഒരു ബോധ്യം നമുക്കില്ലെങ്കിൽ 2 ചോദ്യം കേൾക്കുമ്പോൾ നമ്മൾ ബേജാറാവും. നമുക്ക് ഉള്ളിൽ ബേജാറില്ല, ഉത്തരം ഇല്ലാത്തൊരു ചോദ്യം നമുക്ക് കിട്ടിയാൽ നമുക്ക് ബേജാറില്ല.
ഉണ്ട് എന്നുള്ള മിനിമം ഉണ്ടാക്കണം. ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യേണ്ടെന്നല്ല, ഇത് നമ്മൾ നിർബന്ധമാക്കി ഉണ്ടാക്കിയിരിക്കണം. എന്നാൽ നമുക്കിപ്പോൾ ഉത്തരം അറിയാത്തൊരു ചോദ്യം വന്നാൽ ഈമാനിനെ ബാധിക്കുന്നില്ല. എന്തുകൊണ്ട്? ഇതിൻ്റെ ഉത്തരം എനിക്ക് അറിയാത്തത് കൊണ്ടാണ്. ഇസ്ലാമിൽ ഇതിനൊക്കെ ഉത്തരം ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ട്. ഈ ധൈര്യം കുട്ടികളിൽ നമ്മൾ നേരത്തെ ശാസ്ത്രീയമായിട്ടും അതും ഇതും എന്ത് യുക്തിപരമായിട്ടും ചോദിച്ചാലും നമുക്ക് ഉത്തരം ഉണ്ട്, ഇസ്ലാമിൽ ഉത്തരമുണ്ട്. പിന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന അതെ 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 ഉണ്ടാവും. അധ്യാപകൻ ഒരു കുട്ടിയെ കുറിച്ച് 2 കുട്ടികൾ, ഒരാൾ ജയിക്കുന്നു ഒരാൾ തോൽക്കുന്നു നേരത്തെ എഴുതി വെച്ചു. അത് അധ്യാപകന്റെ ഒരറിവാണ്. അതുപോലെ സംഭവിക്കാൻ പറ്റുന്നില്ല. അത് അള്ളാഹുവിലേക്ക് നമ്മൾ കണക്ട് ആക്കുമ്പോൾ അള്ളാഹു അങ്ങനെ അറിവുള്ള തീരുമാനമാണ്. അല്ല, അറിവുണ്ട്. അള്ളാഹുവിന് അറിവ് മാത്രമല്ല എന്ന് നമ്മൾ 2ാം സ്റ്റെപ്പ് പറഞ്ഞത്. അത് രേഖപ്പെടുത്തി വെച്ചൊക്കെ എന്താ, എൻ്റെ ഇഷ്ടം അനുസരിച്ച് ഈ കുട്ടിക്ക് ജ്യൂസാ ഇഷ്ടപ്പെടുക എന്ന് നേരത്തെ അറിയാം. എന്നിട്ട് എന്ത് ചെയ്തു, നേരത്തെ എനിക്ക് ജ്യൂസാ ഇഷ്ടപ്പെടുക, മറ്റൊരു ചായ ഇഷ്ടപ്പെടുക, എനിക്ക് ഐസ്ക്രീം ഇഷ്ടപ്പെടുക എന്നൊക്കെ ഉള്ളത് നേരത്തെ അറിഞ്ഞിട്ട് എഴുതി വെച്ചു. ആ അറിവ് എന്ത് ചെയ്യുന്നില്ല, ഈ ഇഷ്ടപ്പെടലിനെയോ പ്രവർത്തനത്തെയോ സ്വാധീനിക്കുന്നില്ല. അറിഞ്ഞതിനെ കൊണ്ടെന്ന പ്രശ്നം ഒരു ഉറപ്പല്ലല്ലോ, നീതിയെ ബാധിക്കുന്നില്ലല്ലോ. ഈ ഡോക്ടറോ അധ്യാപകൻ എഴുതി വെച്ചതും കൊണ്ട് കുട്ടിയെ തോക്കുന്നതിന് കാരണമാകുന്നില്ലല്ലോ. അങ്ങനല്ല, ഇയാൾക്ക് സ്വന്തം അയാൾ ഇഷ്ടപ്പെടുന്ന ജ്യൂസാ, അത് അല്ല നേരത്തെ അറിഞ്ഞുകൊണ്ട് പ്രശ്നമില്ലല്ലോ. അങ്ങനല്ല, അതേ ഇഷ്ടപ്പെടുള്ളൂ. അത് ഇഷ്ടമല്ല, അത് അള്ളാന്റെ തീരുമാനം. അതിന് ഇഷ്ടം എന്നല്ല പറയാം, അതിന് ജബർ എന്നാ പറയാ. ഇല്ല, ഇവൻ ജ്യൂസേ ഇഷ്ടപ്പെടാൻ പാടുള്ളൂ എന്നുള്ള തീരുമാനിക്കുന്നില്ല. അങ്ങനെ അത് അറിവാണെങ്കിൽ കുഴപ്പമില്ല. ഇയാള് കള്ളുടിയാണ്, നാളെ കള്ളുടിക്കും, എന്തായാലും കള്ളുടിക്കുന്നു ഞാൻ അറിഞ്ഞതും കൊണ്ട് ഓൻ്റെ കള്ളുടീനെ ബാധിക്കുന്നുണ്ടോ? ഓൻ കള്ളു കുടിക്കണമെന്ന് തീരുമാന ലെവലിലാകുമ്പോഴാണ് ഓൻ്റെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നത്. എനിക്ക് തോന്നുന്ന ലളിതമായ കുട്ടികളെ, മദ്രസ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ചില സംശയങ്ങൾ പറയാ അല്ലേ. പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒന്ന് എണീറ്റിരിക്കണോ? എനിക്ക് ഇല്ല, ഒന്ന് എണീറ്റിരിക്കണമെന്നതാ. കയ്യും കുടഞ്ഞിട്ടെന്ന് ഇരുന്നാല് ചിലപ്പോൾ അടുത്ത വിഷയം പറയാ. ലളിതമായി എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയം. ഇരിക്കും. പിന്നെ നമ്മളൊക്കെ ശരിക്കും മുസ്ലിം ആയത്, നമ്മളെ ഉമ്മയപ്പൊക്കെ മുസ്ലിം ആയതുകൊണ്ടല്ലേ, നേരത്തെ പറഞ്ഞ പോലെ അല്ലേ. അപ്പൊ ഈ കാഫിര്യങ്ങളൊക്കെ പാവങ്ങള്, നമ്മളെ അയൽവക്കത്തുള്ള നല്ല എന്താ ഒക്കെ കൊണ്ടെത്തിരുന്ന തങ്കമണിയും ബാലേട്ടനൊക്കെ ഉണ്ടാവും. ഓലൊക്കെ നരകത്തില്, അതൊരു അനീതിയല്ലേ. കാരണം ഓരോ രക്ഷിതാവ് ഹിന്ദു ആയതുകൊണ്ടല്ലേ ഓല് ഹിന്ദു ആയത്, നമ്മൾ മുസ്ലിം ആയതുകൊണ്ടല്ലേ മുസ്ലിം ആയത്. പിന്നെ അപ്പൊ അതിനെ പോലെ ശിക്ഷിക്കുന്നത് നീതിയാണോ? കാഫിര്യങ്ങളെല്ലാവരും പിന്നെ അപ്പൊ നമ്മള് 2-3 സ്റ്റെപ്പ് കാഫിര്യങ്ങളാണെന്ന് കരുതിയിട്ട് കാഫിര്യങ്ങളായിട്ട് ജനിച്ചത് ഓല കുറ്റല്ലല്ലോ, അല്ലല്ലേ. നമ്മളിപ്പോ മുഅ്മിനായ മാതാപിതാക്കളെ മക്കളായി ജനിച്ചു എന്നുള്ളത് നമ്മളെ ക്രെഡിറ്റ് അല്ലല്ലോ. അതുകൊണ്ടാണ് ഏറ്റവും വലിയ പിന്നെ എന്താ നിയമത്ത് തൗഹീദായിട്ട് അള്ളാഹു തആല നമുക്ക് ഹിദായത്ത് നൽകിയതാണെന്ന് പറയുന്നത്. അതല്ലാതെ നമ്മളെ ക്രെഡിറ്റ് അല്ല, നമ്മളെ ഗുണമല്ലല്ലോ. അതേപോലെ തന്നെ കാഫിറിന്റെ മക്കളായി ജനിച്ചത് കാഫിറായ ഈ ബാലേട്ടന്റെ കുറ്റമല്ലല്ലോ. എല്ലാവരും ന്യൂട്രലിൽ ജനിച്ചിട്ട് കുറേ ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്നു, കുറേ ആൾക്കാർ കാഫിറിലേക്ക് പോയി. എന്നാൽ അത് ഓല കുറ്റാണ്, ഇത് നമ്മളെ ഗുണാണെന്ന് പറയാം. പിന്നെ അപ്പോൾ ഇവിടെ ഒന്ന് കാഫിറായി ജനിച്ചത് പോലെ കുറ്റമല്ല, ഈ ബാലേട്ടൻ്റെ കുറ്റമല്ല, കാഫിറായി ജനിച്ചു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജനിച്ചതിൻ്റെ പേരിൽ അള്ളാഹു തആല എന്ത് ചെയ്യുന്നില്ല, ബാലേട്ടനെ ശിക്ഷിക്കുന്നില്ല. എന്തിനുള്ള കാഫിറായി ജനിച്ച് 4 കഴിഞ്ഞ 5 കൊല്ലം ശിക്ഷ, അങ്ങനെ ജനിച്ചതിന് ശിക്ഷയല്ല. പിന്നെ രണ്ടാമത് ജനിച്ചാൽ പിന്നെ സ്വാഭാവികമായും
നമ്മൾ ആ കുട്ടിപ്രായത്തിലൊക്കെ എന്തായാലും ഈ ജനിച്ച മാതാപിതാക്കളെ ഫോളോ ചെയ്തുകൊണ്ടേ ഉണ്ടാവുള്ളൂ. ഇനി 5 വയസ്സാകുമ്പോൾ തന്നെ ഇസ്ലാമിലേക്ക് വരാനൊന്നും പഠിക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ കുട്ടിപ്രായത്തിൽ പ്രായപൂർത്തിയാക്കാവുന്നത് വരെയുള്ള കാലത്തിനിടയിൽ ഈ കാഫിറായ ബാലേട്ടൻ മരിച്ചാൽ, 5 വയസ്സുള്ള ബാലൻ മരിച്ചാൽ ഈ കുട്ടീനെ എന്ത് ചെയ്യുന്നില്ല, അള്ളാഹു നരകത്തിലിടുന്നില്ല. കാരണം അവൻ കാഫിറായി, അസലിയായി കാഫിറായി ജനിച്ച ആളാണ്. അവനക്ക് പ്രായപൂർത്തിയായിട്ടില്ല. അപ്പോൾ അവനക്ക് ഇന്ന് ഇസ്ലാമൊന്നും പഠിച്ചു വരാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് ഓനെ കുറ്റപ്പെടുത്തുന്നില്ല, അള്ളാഹു ശിക്ഷിക്കുന്നില്ല. അപ്പം മൂന്നാമത് ഇനി പ്രായപൂർത്തിയായിട്ട് പിന്നെ ഓനക്ക് ബുദ്ധിയൊന്നുമില്ല എന്നിരിക്കുക, ഇസ്ലാമിൻ്റെ വിഷയങ്ങളൊന്നും പഠിച്ച് മനസ്സിലാക്കാനും തെളിവുകളൊക്കെ മനസ്സിലാക്കാനുള്ള അന്തമില്ലാത്ത ഒരു പൊട്ടനോ അഭിരാന്തനൊക്കെ ആണെന്ന് വിചാരിക്കുക. എന്നാൽ ഈ ബാലേട്ടന് 40 വയസ്സായിട്ട് മരിച്ചാലും ഭ്രാന്തനായ ബാലേട്ടനെ അള്ളാഹു എന്ത് ചെയ്യുന്നില്ല, നരകത്തിലിടുന്നില്ല. കാരണം അവനക്ക് ഇസ്ലാമിലേക്ക് വരാനുള്ള സ്കോപ്പ്, ഒരു ന്യായം അവിടെ ഇല്ലല്ലോ. ഇനി ബുദ്ധിയൊക്കെ ഉണ്ട്. എന്നാൽ തന്നെ ചിലപ്പോൾ ഏതോ ആമസോൺ കാടുകളിലും മറ്റൊക്കെ ഇങ്ങനെ ഉള്ളിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഇസ്ലാം എന്താണെന്നും അറിയില്ല. അവരിങ്ങനെ ഏതോ ഒരു ഗോത്രത്തിൻ്റെ ഒക്കെ ആചാരം അനുസരിച്ച് അതിലിങ്ങനെ ജീവിച്ചിങ്ങനെ മരിച്ചു പോണ്. ബുദ്ധിയൊക്കെ ഉണ്ട്, ജോലിയൊക്കെ ചെയ്ത് നടക്കുന്ന ഇസ്ലാമും അതിൻ്റെ തെളിവും സക്കാഫികളും അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഇതൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. ഒരു ദഅവത്തെത്താത്തവരാ. അപ്പം ദഅവത്തെത്താത്ത ആ മുസ്ലിങ്ങൾ ഓരും എന്ത് ചെയ്യുന്നില്ല, മരണപ്പെട്ട അള്ളാഹു നരകത്തിലിടുന്നില്ല. അപ്പോൾ പിന്നെ അള്ളാഹു നരകത്തിലിടുന്നവരുടെ ആരെയാ? അപ്പോൾ ഇസ്ലാമിലേക്ക് ഒരാൾക്ക് പ്രായപൂർത്തിയായി, അയാൾക്ക് ബുദ്ധിയുണ്ട്, ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉള്ള ബുദ്ധിയുണ്ട്. അവരെ ചുറ്റുഭാഗത്ത് ഇസ്ലാമും ഇസ്ലാമിൻ്റെ തെളിവുകളൊക്കെ കയ്യെത്തും ദൂരത്തുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടും ഓൻക്ക് ആ സാധനങ്ങളും ബാങ്കൊക്കെ കേൾക്കുന്നുണ്ട്, ഇങ്ങനെ സംഗതികളൊക്കെ ഉണ്ടായിട്ട് അതിനെ അവഗണിച്ച് അതൊന്നും പഠിക്കാനും മനസ്സിലാക്കാനൊന്നും ഞാനില്ല എന്ന് പറഞ്ഞതിൽ തുടരുന്നതാണ് അവൻ്റെ തെറ്റ്. ഈ തുടരൽ അവൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കൃത്യമായ തെറ്റാണ്, അബദ്ധമാണ്. അത് ശിക്ഷാർഹമാണ്. ഇങ്ങനെ പഠിക്കുക അങ്ങനെ സംഭവം എല്ലാവരും അങ്ങനെ മുസ്ലിമാക്കി പഠിച്ചുകൂടായിരുന്നില്ല എന്നൊരു ചോദ്യം. അല്ല, നമ്മൾ നീതി വേണമെന്നേ ഉള്ളൂ. നീതിയും സമത്വവും കുറച്ചാൾക്കാരെ മുഅ്മിനാക്കിയല്ലോ അല്ലേ. അവർക്ക് അല്ലാഹു ഔദാര്യം കൊടുത്ത്, എളുപ്പവും ഔദാര്യം കൊടുത്തു എന്നേ ഉള്ളൂ. എല്ലാവരും കാഫിറാക്കി പഠിച്ചു. എന്നാൽ എന്തോ അനീതി ഉണ്ടോ അവിടെ? ഇല്ല. കാരണം അള്ളാഹ് വെറുതെ പിടിച്ചെന്ത് ചെയ്യുന്നില്ല, ആരും കാരണമില്ലാതെ തക്കതായ ന്യായമില്ലാതെ അള്ളാഹ് ആരെയും പിടിച്ച് ശിക്ഷിക്കുന്നൊന്നുമില്ല. അള്ളാഹ്ക്ക് എന്ത് തന്നെ ശിക്ഷിക്കാനുള്ള പവറും അധികാരവും ഉണ്ട്, അത് മറ്റൊരു വിഷയം. പക്ഷെ അള്ളാഹിൻ്റെ പതിവാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാവരും കാഫിറായിട്ടാണ് ജനിക്കുന്നതെങ്കിലും ഓൽക്ക് ഇസ്ലാം എന്നൊരു നിയമം പഠിക്കാനുള്ള വകുപ്പൊക്കെ ഒരുക്കിയിട്ട് അതിനെ അവഗണിച്ച് നമ്മളിങ്ങനെ ബസ്സിൽ പോകുമ്പോൾ ഒച്ചപ്പാട് കിട്ടല്ലോ നീന്തിയൊക്കെ ഉണ്ട്, എന്താ അറിഞ്ഞാലേ നമുക്കൊരു സമാധാനമുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യന്മാർ, ബുദ്ധിയുള്ള മനുഷ്യന്മാർ ഓല് ഇങ്ങനെ കുറേ വെള്ള തലയൊക്കെ കിട്ടിയ ആൾക്കാർ നടക്കില്ല, എന്തോ വല്ല ആശയം, എന്തോ അവർക്ക് തെളിവ് എന്തുണ്ടോ എന്ന് അന്വേഷിക്കുക എന്നുള്ളത് ഒരു കോമൺ സെൻസാണ്. ഇനി ഒന്നില്ല, അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ നടക്കാറുണ്ട്. ഇപ്പം നമ്മൾ രാത്രി ഒരാൾ കടന്നുറങ്ങി, ഇവിടെ ഇങ്ങനെ കടന്നുറങ്ങിയതാ. നേരം വെളുത്തപ്പോൾ നമ്മൾ ഉഗാണ്ടയിലുണ്ടോ, രാവിലെയാണ് എണീറ്റ് രാവിലെ ഉഗാണ്ടയിലാണ് നേരം വെളുക്കുന്നത്. അപ്പം നമ്മൾ നേരം വെളുത്തിട്ട് ഒന്നും ആലോചിക്കാണ്ട് നേരെ അടന്ന് പണിക്കുവോ? നമ്മൾ ആദ്യം എന്താ ആലോചിക്കുക, ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ആലോചിക്കൂലേ അല്ലേ? ഒരുത്തരും ബുദ്ധിക്കുള്ള ആളാ. ഓൻ ഉഗാണ്ടയിൽ പെട്ടെന്ന് എത്തിയിട്ട് ഓൻ വിചാരിക്കണേ ഞാനെങ്ങനെ ഇന്നെ ആരവിടെ കൊണ്ടുവന്നിട്ട്, ഇതല്ലേ നമ്മൾ ചിന്തിക്കുക. ഇപ്പൊ ആരും മനുഷ്യന്മാരൊന്നും കാണുന്നില്ല, എന്തോ കാറ്റടിച്ചിരുന്നു, ഞാൻ കാറ്റത്തെത്തിയതാണോ, എങ്ങനെ ഞാൻ ഇവിടെ എത്തിയെന്നൊരു മനുഷ്യൻ ബുദ്ധിയുള്ള ആൾ ആലോചിക്കൂലേ? അതൊന്നും ആലോചിക്കാണ്ട് ആ പണിക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് ഒരു ബുദ്ധിയുള്ള ആൾക്ക് യോജിച്ചല്ല. അപ്പോൾ നമ്മൾ ഈ ദുനിയാവിൽ എന്തിനു വന്നു, എന്തിന് ഞാൻ ഉഗാണ്ടയിലെത്തി, എന്തോ ലക്ഷ്യത്തിൻ്റെ പിന്നിലുണ്ടോ, ആരാണ് ഇതിനെ പഠിച്ചത് എന്നത് ബുദ്ധിയുള്ള ഒരാൾ ആദ്യം ആലോചിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ്. ദിമ്മിയ ഹർബി എന്നുള്ളത് നമ്മുടെ ഇടപഴകുന്നതുമായി ബന്ധപ്പെട്ടല്ല. ഹർബിയും നമ്മളോട് ഇടപഴകും എതിരായ നിലക്ക്. പിന്നെ
പിന്നെ ഒരാൾ ഇതൊക്കെ കേട്ട് ക്ലാസ്സൊക്കെ കേട്ട് നല്ല തിരുവാടുള്ള മൊയിലാല് അയാൾ ചോദിച്ച് എന്നാലും അതൊക്കെ മനസ്സിലായിക്ക് ന്യായങ്ങളും സംഗതികളൊക്കെ. ഞാൻ പറയാൻ വിചാരിച്ചൊരു പോയിന്റ് വിട്ടുപോയിക്കോട്ടെ, അതാദ്യം പറയാം. അപ്പം എല്ലാവരും കാഫറാക്കിയാൽ പടച്ചാലും എന്തുണ്ട് ഇവിടെ? നീതിക്ക്, അള്ളാഹുവിന് നീതിക്ക് യാതൊരു കുറവുമില്ല. പിന്നെ കുറച്ച് ആൾക്കാർ അള്ളാഹു മുസ്ലിം ആക്കിയല്ലോ അല്ലേ, അതോ ഈ മുസ്ലിം ആയവർക്ക് കുറച്ച് ഓഫറാണ്, കുറച്ച് ഔദാര്യം കൊടുത്തുന്നുള്ളൂ. അവിടെ അസമത്വം ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അള്ളാഹുവിന് അസമത്വം ഉണ്ടായിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. അള്ളാഹു അസമത്വം ചെയ്യില്ല എന്നൊന്നും പറയുന്നില്ല. അള്ളാഹ് ഫുൾ അസമത്തല്ലേ. കുറേ ആൾക്കാർ വലിയ ധനികന്മാർ, കുറേ ആൾക്കാർ ദരിദ്രന്മാർ, വികലാംഗര്, സൗന്ദര്യമുള്ളവർ. അസമത്വം എന്നത് അള്ളാഹുവിന് പാടില്ലാത്തൊരു സാധനമൊന്നുമല്ല. അള്ളാഹ് അനീതി ചെയ്യൂല എന്ന് നമ്മൾ പറയുന്നുള്ളൂ. അസമത്വം അനീതി എന്ന് പറഞ്ഞപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോൾ നിങ്ങളെ രണ്ടാൾക്കാരുടെ അടുത്തു നിന്നും 1000 റുപ്യ കടം വാങ്ങി, 1000 റുപ്യ രണ്ടാളിൽ നിന്നും വാങ്ങി. അപ്പോൾ ഞാൻ തിരിച്ച് നിങ്ങൾക്ക് എത്ര തരണ്ടേ? 1000. നിങ്ങൾക്ക് ഞാൻ 1000 തന്നു. ഞാൻ മൂപ്പർക്ക് ഒരു 1500 റുപ്യ കൊടുത്തു. ഇതിലിപ്പോൾ ഞാൻ എന്തോ അനീതി ചെയ്തോ? അപ്പോൾ നിങ്ങൾക്ക് അനീതിയൊന്നുമില്ല. 1000 കൊടുക്കേണ്ട കൊടുത്തില്ലേ, എൻ്റെ നീതി ഞാൻ നടപ്പിലാക്കി. ഒരാൾക്ക് എക്സ്ട്രാ 500 കൊടുത്തതല്ലേ. അപ്പോൾ ഒന്നുമില്ല, അവിടെ 10 ആൾക്കാരുണ്ട്, ഞാൻ 2 ആൾക്ക് 500 റുപ്യ കൊടുത്തു. അതിലെന്തോ അനീതി ഉണ്ടോ? നീതിയൊന്നുമില്ലല്ലോ. ഇതിൽ റെഡി അല്ല ഞാൻ പറയണേ. നിങ്ങൾ മുഖഭാവത്തു നിന്ന് ഈ റെഡി കിട്ടായിട്ടാണ് മുന്നോട്ട് പോകാത്തത്. അപ്പോൾ പറയണത് റെഡി ആയാൽ മുഖഭാവത്തു നിന്ന് വേറെ അടുത്തിലേക്ക് പോവാം. അപ്പോൾ ഞാൻ മറ്റേത് യൂസഫ് അലിയൊക്കെ അല്ല, ഏത് ധർമ്മിഷ്ഠനും അനീതിക്കാരൻ ലോകത്തെ എല്ലാ പാവപ്പെട്ടവർക്കും സഹായിക്കാൻ കഴിയില്ലല്ലോ. അവൻ കുറച്ച് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുത്തു. അപ്പോൾ വേറെ അതേപോലെ തന്നെ അതിനേക്കാളും പാവപ്പെട്ടവർ ലോകത്തുണ്ടാവും. അല്ലെ ഓൻ അനീതി ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതൊരു ഔദാര്യമാണ് ഈ കൊടുക്കുന്നത്. ഔദാര്യം എല്ലാവർക്കും കണക്കാക്കി കൊടുക്കണമെന്നൊന്നുമില്ല. അത് എക്സ്ട്രാ കൊടുക്കുന്ന സാധനം. കൊടുക്കേണ്ട ബാധ്യത കറക്റ്റ് കൊടുക്കുകയേ വേണ്ടിയുള്ളൂ. അപ്പോൾ ഞാൻ 1000 രണ്ടാളൊന്നും വാങ്ങിയിട്ട് ഒരാൾക്ക് 1500 കൊടുത്തു എന്ന് എഴുതിയിട്ട് അതെന്തല്ല? അനീതിയല്ല, അസമത്വം ഉണ്ട് എന്ന് പറയാം. അത് ഞാൻ തുല്യമായിട്ട് രണ്ടാളോടും സമമായിട്ട് പെരുമാറിയിട്ടില്ല. പിന്നെ അതെന്തോ ഒരാൾക്ക് ഞാൻ 750 തിരിച്ചു തന്നിട്ടുള്ളൂ. അപ്പം ഞാൻ അനീതി ചെയ്തു. ഒരാൾക്ക് 1000 കൊടുത്തു, നിങ്ങൾക്ക് 750 തരുന്നുള്ളൂ, ബാക്കി നിങ്ങൾക്ക് പറ്റും പോലെ വാങ്ങിക്കോളാന്ന്. അപ്പം ഞാൻ അനീതി ചെയ്തു എന്ന് പറയാം. 1000 വാങ്ങിയിട്ട് 1000 കൊടുത്തില്ലല്ലോ. അവിടെ അസമത്വം മാത്രമല്ല, അനീതി ഉണ്ട്. ഇനി ഞാൻ രണ്ടാളോട് ഞാൻ 750 തിരിച്ചു തന്നിട്ടുള്ളൂ വിചാരിക്കുക, അപ്പോഴും അനീതി ഉണ്ട് ഇവിടെ. കാരണം 1000 വാങ്ങിയിട്ട് 750 കൊടുത്താൽ പോരല്ലോ. അവിടെ അസമത്തല്ല, രണ്ടാളോടും സമമായി അനീതി ചെയ്തു അല്ലേ. അവിടെ അസമത്ത്. രണ്ടാളോടൊന്നും 1000 വാങ്ങി രണ്ടാൾക്ക് 750 തന്നിട്ടുള്ളെങ്കിൽ എടുത്ത അനീതി ഉണ്ട്, അസമത്തല്ല. അപ്പം അസമത്വം അനീതിയും രണ്ടാണ്. അപ്പം അള്ളാഹു അടിസ്ഥാനപരമായി നീതി നടപ്പിലാക്കുന്നു. അതേസമയത്ത് എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണമെന്നില്ല. അതിൻ്റെ പുറമെ ചില ആൾക്കാർക്ക് എക്സ്ട്രാ ഇഷ്ടം പോലെ കൊടുക്കാം. അങ്ങനെ എക്സ്ട്രാ കിട്ടിയ, വലിയ ഹിദായത്ത് കിട്ടിയ എക്സ്ട്രാ അള്ളാഹു തന്നവരാണ് നമ്മൾ. പിന്നെ അപ്പം അത് ഇസ്ലാം പഠിച്ച മുസ്ലിംകൾക്ക് വന്ന നേരത്തെ പറഞ്ഞ അവർക്ക് ഒരു ഓഫർ കൂടിയുണ്ട്. ഇപ്പോൾ ഒരു തിരിച്ചൊരിത് പറയാം. അങ്ങനെ പറയാം, നമുക്ക് അല്ലാഹു തആല വലിയ നിയമത്ത് തന്നു. ഒരു മുഹമ്മദും ഉണ്ട്, ഒരു ബാലനും ഉണ്ട്. രണ്ടാളും 50 വയസ്സ് വരെ ഫുള്ള് വെള്ളം കുടിച്ച് തോന്നി, സംസ്കരിച്ചിട്ടില്ല, നോമ്പൊറ്റിക്കില്ല, എല്ലാ കച്ചരം കളിച്ച് 50 വയസ്സ് വരെ ജീവിച്ചു. മുഹമ്മദും ബാലനും 50 വയസ്സിന് ശേഷം രണ്ടാൾക്കൊരു ബോധോദയം ഉണ്ടായി. ഒരാൾ അസ്ലിയായ കാഫിർ, ഒരാൾ അസ്ലിയായ മുഅ്മിനീൻ നടത്തും. ഇനി മൊത്തം നന്നാവുക, പഠിച്ചവൻ പറഞ്ഞ പോലെ ജീവിക്കുക. ഈ ബാലൻ ഇസ്ലാമിലേക്ക് വന്നു. എന്നാൽ ഓൻക്ക് എല്ലാ ദോഷം പുറത്തെടുത്ത് കഴിഞ്ഞു. ഇനി ഓനക്ക് ഒറ്റ നിസ്കാരം കഥാ കൂട്ടണ്ട, നോമ്പ് കഥാ കൂട്ടണ്ട, ഒന്നും ചെയ്യണ്ട അല്ലേ. എന്നാൽ ഈ മുഹമ്മദ് നന്നാന്ന് വിചാരിച്ചാലോ, ഓനക്ക് ഈ 50 കൊല്ലത്തെ നിസ്കാരം കഥാ കൂട്ടണം, നോമ്പ് കഥാ കൂട്ടണം, ഫുള്ള് പണിയാണ്. അപ്പോൾ അസലിയായ കാഫിറിന് അങ്ങനെ ഒരു ലാഭം അപ്പുറത്ത് ഉണ്ടെങ്കിലും വലിയ ലാഭം നമ്മൾ തന്നെ. അതിൽ നിങ്ങോട്ട് തിരിച്ചു വരാന്നൊക്കെ പറഞ്ഞാൽ റിസ്ക്കാണ്, നമുക്ക് ഹിദായത്ത് കിട്ടുക. ഞാൻ നേരത്തെ പറഞ്ഞ മൊയിലാര് ഉസ്താദ് ഇതെല്ലാം തിരിഞ്ഞിട്ട് മുമ്പർക്ക് പിന്നെ എന്നാലും ഈ പിന്നെ നല്ല നല്ല മനുഷ്യന്മാരുണ്ടല്ലോ നമ്മളെ കൂട്ടത്തിൽ.
ഹിന്ദുക്കളൊക്കെ ആയിട്ട് ഭയങ്കര സഹകരണവും നമ്മളോട് ഭയങ്കര സ്നേഹവും സഹായമൊക്കെ ചെയ്യുന്ന ഒരിപ്പോൾ ഇതൊന്നും ആലോചിക്കുന്നില്ല. പിന്നെ നമ്മൾ ഈ ന്യായമൊക്കെ പറഞ്ഞാലും മൂപ്പരെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സങ്കടം. അപ്പോൾ ആ സങ്കടത്തിന് ഒരു മറുപടി പറഞ്ഞ മൂപ്പരെ സങ്കടം മാറിക്കിട്ടി. അത് ഞാൻ പറയാൻ വിചാരിച്ചു. പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്ന ആൾക്കാർ ബാലേട്ടന് പിന്നെ നരകത്തിലാണെന്ന് ഉറപ്പിക്കാനൊന്നും നമുക്ക് ഒന്നും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പോഴാൾ ഓട്ട മത്സരം ഒരു ഫിനിഷിങ് പോയിന്റ് ഉണ്ടാവുമല്ലോ. ഞാൻ കുറേ നേരം മുമ്പിൽ ഞാനായിരുന്നു, ഏറ്റവും ബേക്കിലായിരുന്നു, ഫസ്റ്റ് ഞാനായിരുന്നു. ഫിനിഷിങ് പോയിന്റിൽ എത്തുമ്പോൾ മറ്റോ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ആരാ? കൂടുതൽ സമയം മുമ്പെന്തിൽ നിന്ന് ഞാനാണ് നോക്കിയിട്ട് എനിക്ക് ഫസ്റ്റ് ഇല്ല. എൻഡിങ് പോയിന്റിൽ ഫസ്റ്റ് ആരാ? ഓല ഫസ്റ്റ് അല്ലേ? എന്ന പോലെ ഈമാനും കുഫറും കാര്യങ്ങളും അപ്പോൾ ഇതൊക്കെ നമ്മളെ ആഖിബത്ത് നോക്കിയിട്ടാണ് അടിസ്ഥാനപരമായി തീരുമാനിക്കപ്പെടുക. അപ്പം പല ആൾക്കാർ ഈ ആഖിബത്ത് മോശമാകുമെന്ന് പറഞ്ഞിട്ടില്ലേ. നമ്മൾ വലിയ തലയെക്കെട്ടൊക്കെ കെട്ടി ഭയങ്കര ഉഷാറിൽ ഇങ്ങനെ നടന്നു, ആഖിബത്ത് ചിലപ്പം ഈമാൻ നഷ്ടപ്പെട്ട് മരണപ്പെടാനും സാധ്യത ഉണ്ടല്ലോ. കാക്കട്ടെ. വെറുതെ പോകണമല്ല, അതിൻ്റെയും പിന്നിൽ ഒരു ന്യായം. നമ്മുടെ ജീവിതത്തിൽ പുറമെ ഞാൻ വലിയ തലയെക്കെട്ട് ഉഷാറൊക്കെ ആയിരിക്കും, ഉള്ളിൽ ഞാൻ ഭയങ്കര കിബറ് വച്ചിട്ട് ഈ തെറ്റിപ്പോണവരെന്നെ കണ്ടിട്ടില്ലേ. നമ്മൾ നല്ല ഉഷാറിനായിട്ട് നമ്മളെ മുമ്പന്തിൽ നിന്നാൾ പഴച്ചു പോകണേ നമ്മളെന്നെ കാണുന്നില്ലേ. ഓല് മിക്കവാറും ഓലെ കഥകളൊക്കെ എടുത്തേക്കും. ഒന്നുകിൽ ഏതെങ്കിലും ഒരു മൊയില ഉസ്താദന്മാരൊക്കെ പോയി തക്കേടോ, അല്ലെങ്കിൽ ഓലെ ഉള്ളിൽ തന്നെ എന്തോ ഒരു കിബറോ, അങ്ങനെ കാണാത്ത സ്വകാര്യമായി എന്തോ തെറ്റ്, ഇങ്ങനെയൊക്കെ സാധനം നേരത്തെ ഉണ്ടാവാം. ഇതിൻ്റെ അലവലിയാണ് പിന്നീട് തെറ്റിപ്പോണത്. ഇതുപോലെ ചിലപ്പോൾ നമ്മൾ മരണം വരെ പിടിച്ചു നിന്ന് വരും, പക്ഷെ മരണസമയത്ത് ചിലപ്പോൾ ഈമാൻ ഒരിപ്പോണ ആൾക്കാരുണ്ടാവും. അത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ സ്വകാര്യമായി തെറ്റെന്നോ അങ്ങനത്തെ സംഗതി എല്ലാം പുറത്തെട്ടെ. അപ്പം അങ്ങനെ മാറാം. എന്നതുപോലെ തന്നെ തിരിച്ചും ഉണ്ടാവാം. നല്ല കാഫിറാണെങ്കിലും നല്ല മനുഷ്യനൊക്കെ ആയിട്ട് ഇപ്പോൾ മങ്കൂസ് മൗലൂദിലില്ലേ, അയാൾ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ട് തൽമു ചൊല്ലി പിറ്റേന്ന് മരിക്കുക. അത് ആ സംഭവം ഉണ്ടായതുകൊണ്ട് നമ്മൾ അറിഞ്ഞു. ഈ മരണസമയത്ത് ആഖിബത്ത് നന്നായിട്ട് ഒരാൾ മരിച്ചാൽ അയാളെ ശവകുടീരവും സംഗതികളൊക്കെ ഈ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇതാണെങ്കിലും അള്ളാഹിൻ്റെ അടുക്കലുള്ള മുഅ്മിനീങ്ങളും സ്വർഗത്തിലായിരിക്കും. മറ്റേ തലയെക്കെട്ടൊക്കെ കെട്ടിയിട്ടാണെങ്കിലും മുഅ്മിനീങ്ങൾ മക്ബറയിലാണെങ്കിലും ചിലപ്പോൾ ആൾ അള്ളാഹിൻ്റെ അടുക്കൽ കാഫിറാവാം. ഇപ്പോൾ കർമ്മങ്ങളൊക്കെ അനുസരിച്ച് ആത്യന്തികമായി അള്ളാഹു നീതിമാനും പിന്നെ ദയാലുവും റഹീമും റഹ്മാനൊക്കെ ആണല്ലോ. അപ്പം അള്ളാഹുവിനെ അറിയാലോ ഈ ബാലേട്ടൻ്റെ ദയനീയാവസ്ഥയും സങ്കടമൊക്കെ. അങ്ങനെയല്ല ഈ ഉസ്താദിൻ്റെ ഇത് പറഞ്ഞത്. അപ്പം അതനുസരിച്ച് അള്ളാഹുവിൻ്റെ തീരുമാനം നീതിയുക്തമായിട്ട് ഉണ്ടാകും എന്ന് പറയാം. ഇപ്പം നമ്മൾ ഒരു നരകത്തിലാന്ന് ഉറപ്പിച്ചിട്ട് സങ്കടപ്പെടണം. നമ്മളിരിക്കും ചിലപ്പോൾ നരകത്തിലെന്ന് പറയാൻ പറ്റില്ല, അള്ളാഹു കാക്കണം. പിന്നെ അല്ല, ഇത് അങ്ങനെയുള്ള പറയാൻ പറ്റുന്നതല്ല. ഞാൻ ഈ സങ്കടം വന്ന ആൾക്ക് പേഴ്സണൽ പറഞ്ഞ വർത്താനം രസനെ പറ്റിട്ട് സ്വർഗത്തിലാണെന്ന് നമ്മൾ പറയാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ ആശങ്കയുള്ള ആൾക്കാരോട് നരകത്തിലാന്ന് ഉറപ്പിക്കാൻ നമുക്ക് റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടൊന്നുമില്ലല്ലോ. അപ്പം ഈ സൽക്കർമ്മങ്ങൾ ചെയ്ത് കൽബൊക്കെ നല്ല ആൾക്കാർക്ക് അള്ളാഹു ചിലപ്പോൾ ആഖിബത്ത് നന്നാക്കി കൊടുത്തേക്കാം എന്ന് നമുക്ക് പറയാം. പിന്നെ സമയം ആയില്ലേ അല്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ സംശയങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ വന്നു നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. മറ്റേതിങ്ങനെ സെലക്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മളെ ഖദർ ഖലാവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇത്. ലയർദുൽ ഖലാ ഇല്ല ദുആ, ദുആ അല്ലാതെ അങ്ങനെ ഭയങ്കര സംഭവമാക്കേണ്ട വിഷയമൊന്നുമില്ല അവിടെ. പിന്നെ അല്ലാഹു തആല ഈ പേനനെ ഈ സമയത്ത് ഇവിടെ വെക്കാനല്ലേ തീരുമാനിച്ചേ അല്ലേ? പണ്ടേ അനാദിയിൽ തീരുമാനിച്ചില്ലേ ഈ പേനനെ ഇപ്പോൾ ഇവിടെ നിലനിർത്താൻ. പിന്നെ എനിക്ക് ഈ പേനനെ ഇങ്ങോട്ട് മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ഉന്തിയ കൊണ്ടാണ് എന്ത് ചെയ്തത്, പേന മാറിയത്. ഞാൻ ഉന്തിയിക്കില്ലെങ്കിൽ പേന അവിടെ തന്നെ നിൽക്കും. അള്ളാഹുവിൻ്റെ ആത്യന്തികമായ വിധിയാണ് ഈ പേന ഇവിടെ നിൽക്കണം എന്നുള്ളത്. ഈ വിധിയെ ഞാൻ ഇങ്ങോട്ട് മാറ്റി അതിന് പറയാൻ പറ്റുമോ? വിധിയെയാണോ ഞാൻ തിരുത്തുമോ? ഇല്ല. ഞാൻ ഈ സമയത്ത് ഉന്തിയ അള്ളാഹു ഈ പേനനെ ഇവിടെ വെക്കാൻ വേണ്ടി അള്ളാഹു നേരത്തെ തീരുമാനിച്ചു. അള്ളാഹിൻ്റെ തീരുമാനത്തെ ഞാനിവിടെ മാറ്റിയപ്പോൾ അള്ളാഹിൻ്റെ തീരുമാനം പൊളിഞ്ഞോ?
ഇല്ല. കാരണം എന്താ, ഈ സമയത്ത് ഞാൻ ഉന്തും എന്നും അള്ളാഹ്ക്ക് നേരത്തെ അറിയാം. ഈ സമയത്ത് ഈ ഉദാഹരണമൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഉന്തും എന്നതും അള്ളാഹ്ക്ക് നേരത്തെ അറിയാം. അപ്പോൾ അള്ളാഹിൻ്റെ നേരത്തെ കളായിൽ എന്താ ഉള്ളത്? ഈ ഉന്തുന്ന സമയത്ത് മാറണം തന്നെയാണ്. അള്ളാഹിൻ്റെ കളാഹിന് എന്ത് ചെയ്യുന്നില്ല. അപ്പോൾ ആത്യന്തികമായ അള്ളാഹുവിൻ്റെ കളാഹ് പല ഘട്ടങ്ങളായിട്ടുണ്ട്. അതിൻ്റെ രേഖപ്പെടുത്തലുകളും അതിൻ്റെ നടപ്പിലാക്കലുകളൊക്കെ മുബറമായ കളാഹ്, മുഖയ്യദായ കളാഹ്, ഇങ്ങനെ വ്യത്യസ്ത കളാഹുണ്ട്. അപ്പോൾ ആത്യന്തികമായ അള്ളാഹുവിൻ്റെ ഒരു കളാഹുണ്ട്. ആ കളായിൽ ഒന്നും മാറൂല. കാരണം നമ്മൾ ദ്വാരുന്നിട്ട് എൻ്റെ രോഗം മാറും. ഈ ദ്വാരക്കൊല്ലി എന്നുള്ളതൊക്കെ നേരത്തെ അറിയില്ലേനോ? അള്ളാഹിൻ്റെ കളായിൽ ഞാൻ രോഗം വന്ന് മരിക്കണം, ഞാൻ ദ്വാരുന്നിട്ട് എനിക്ക് ആഫിയത്ത് കിട്ടി, ദീർഘായുസ് കിട്ടി. അപ്പോൾ ഈ ദ്വാരക്കുന്നുള്ള കാര്യം അള്ളാഹ്ക്ക് നേരത്തെ അറിയില്ലേ? അറിയുമെങ്കിൽ പിന്നെ ഈ കളാഹ് തെറ്റേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആത്യന്തികമായ കളാഹിനെ ഒരു ദുആവും ഒരു സംഗതി എന്ത് ചെയ്യുന്നില്ല, മാറ്റുന്നില്ല. അതേ സമയത്ത് അള്ളാഹു താല ഈ ദുആഇൻ്റെ ഫലമായിട്ടാണ് ഇത് വന്നത്. ഇത് നമുക്ക് ശരിക്കും ബോധ്യപ്പെടുന്നുണ്ട്. ഈ സാധനം ഞാൻ ഉന്തിയിട്ടാണ് ഇത് നീങ്ങിയതെന്ന് നേരെ ഭൗതികമായിട്ട് നമുക്ക് തിരിയും. എന്നാൽ അള്ളാഹു ആദ്യം തന്നെ പിന്നെ എനിക്ക് 40 വയസ്സിൽ അസുഖമായി എന്ന് വിചാരിക്കുക, ഞാൻ ദുആയിരുന്നു 60 വയസ്സായി. അപ്പം ആദ്യം തന്നെ എനിക്ക് 60 വയസ്സാണ് എഴുതി വെച്ചതെങ്കിൽ ഈ ദുആഇൻ്റെ ഫലം നമുക്ക് എന്താവില്ല, മനസ്സിലാവില്ല. അപ്പം അള്ളാഹു താലാക്ക് മുഖയ്യദായ ചില രേഖപ്പെടുത്തലുകളുണ്ട്. ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി പിന്നെ മായക്കും, അങ്ങനെ പല സംഗതിയില്ലേ. മഹുല്ലാഹു മായശാ യസ്ബിതുൻദഹുൽ കിതാബ്. അള്ളാഹു ചില കളാഹുകൾ എഴുതിയിട്ട് മായക്കലുണ്ട്. അപ്പം 40 വയസ്സിൽ ഞാൻ മരിക്കണം എന്ന് അള്ളാഹു താല ഒരു സ്ഥലത്ത് എഴുതി വെച്ചേക്ക്. എന്നിട്ട് ഞാൻ സ്വതക്കത്ത് റദ്ദുൽ ബലായ എന്നല്ലേ, സ്വതക്ക കൊടുത്താൽ ബലാഗ് തടയും. അപ്പം ഞാനൊരു സ്വതക്ക കൊടുത്തു. അപ്പം അള്ളാഹ് ഈ സ്വതക്ക കൊടുത്ത കാരണമായിട്ട് അള്ളാഹ് എന്ത് ചെയ്തു, അതാണ് മായച്ചത്. 60 വയസ്സിന് എഴുതി വെച്ചു. അല്ലെങ്കിൽ എനിക്കൊരു അപകടം വേണമെന്നുള്ള തല എഴുതി വെച്ചു, ഒരു ആക്സിഡൻറ്റ്. ഞാൻ ഇന്ന് ജുമ്മക്ക് സ്വതക്ക കൊടുത്തു. അപ്പോൾ അള്ളാഹു താല എന്ത് ചെയ്ത്, അതാണ് മായച്ചു. ഇത് അപകടം വേണ്ടാന്ന് നോക്കി. അപ്പം ഈ സ്വതക്ക കാരണമായിട്ടാണ് ഈ അപകടം നീങ്ങിയത് എന്നതിൻ്റെ ഒരു പ്രതീകാത്മകമായ രേഖപ്പെടുത്തലുകളും മായക്കലുകളും മാത്രമാണ് എന്ത് ഇത്. അത് മലക്കുകളുടെയൊക്കെ ലോകത്തും മറ്റൊക്കെ ഇതാ ഉണ്ടല്ലോ, ഓൻ്റെ ഈ സ്വതക്ക കൊണ്ടാണ് ഓൻക്ക് ഈ ആയുസ് ദീർഘിച്ചത്, ഓൻ്റെ ഈ ദുആ കൊണ്ടാണ് ഇത് എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ പിന്നെ മുഖയ്യദായ കളായിലാണ് മാറ്റങ്ങൾ വരിക. അപ്പം അതിൽ ദ്വാരുന്നാൽ മാറും, ദ്വാരുന്നില്ലെങ്കിൽ മാറൂല. ഈ രീതിയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. ആത്യന്തികമായ കളായിൽ ദ്വാരക്കുമോ എന്നും അതനുസരിച്ച് നീളുമോ എന്നും രേഖപ്പെടുത്തിച്ച ആത്യന്തികമായ കളായിൽ ഒരു മാറ്റം ഉണ്ടാവുകയില്ല. ഇപ്പം മാറുന്ന കളാവുണ്ട്, മാറാത്ത കളാവുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആത്യന്തികമായ കളാണ്, മാറേണ്ടിയില്ല. അത് ആത്യന്തികമായ കളയല്ല. നമുക്ക് നിർത്താല്ലേ? എന്തോ സംശയങ്ങളെങ്ങാനും ഇങ്ങനെ മുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ചോദിക്കില്ലെങ്കിൽ നമുക്ക് പിന്നെ നിർത്താം. പിന്നെ മദ്രസ കുട്ടികൾക്ക് ഞാനൊരു ചെറിയ പിന്നെ നമ്മളെ മദ്രസയിലൊക്കെ നല്ല ഗഹനമായിട്ട് സിലബസിൽ ഒക്കെ ഇഷ്ടംപോലെ വിഷയങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ സയൻസും സംഗതികളും കാര്യങ്ങളൊക്കെ മദ്രസ നമ്മളെ സിലബസിൽ കുറച്ച് പാഠങ്ങളൊക്കെ നമ്മൾ എഴുതിയിരുന്നു. അഖീദയിൽ +1-ൻ്റെയും ചില പിന്നെ ഇപ്പം ചെറിയ ക്ലാസ്സിൽ നമുക്ക് എഴുതാൻ അവസരം കിട്ടില്ല. പിന്നെ ലളിതമാക്കിയിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു അള്ളാഹുണ്ട് വിഷയങ്ങൾ, പിന്നെ അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ, അള്ളാഹുവിനെ കാണാൻ പറ്റുന്നുണ്ടോ അല്ലേ, പിന്നെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് ഒരു ക്ലാസ്സിൽ അധ്യാപകന് ബോർഡിൽ പിന്നെ ഒരു മനുഷ്യൻ, നിങ്ങളുടെ പേരെന്തേനു, നിങ്ങൾ വയനാട്ടിലായിരുന്നു, നിങ്ങൾ എവിടുന്ന കണ്ടു പരിചയം തിരിയുന്നില്ലല്ലോ, മക്കറില്ല. അപ്പോഴോ ഇപ്പം നിങ്ങൾ ഹാപ്പി സോണിൽ തന്നെ ഫുള്ളായി. പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾ ജുമ്മക്ക് കണ്ടല്ലോ അല്ലേ, ഇപ്പോൾ വയനാട്ടിലായിട്ടാണോ എന്നൊരു ഡൗട്ട്. പിന്നെ ഒരു സാറ്, യുക്തിവാദിയായ സാറ് ബോർഡിലൊരു മനുഷ്യൻ്റെ ചിത്രം വരച്ചു. എന്നിട്ട് മുസ്ലിങ്ങളായ കുറേ കുട്ടികളൊക്കെ ഉണ്ട്. കുട്ടികളോട് വെച്ച്
പിന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരില്ലേ, എല്ലാവരും കൈ വന്ദിച്ചു. ദൈവത്തിന് തല ഉണ്ടോയെന്ന് വെച്ചു. അപ്പോൾ തലയില്ല, തല മായച്ചു. കൈ ഉണ്ടോയെന്ന് വെച്ചു ദൈവത്തിന്, കൈയില്ല. അപ്പോൾ ബോർഡിലെ ഈ മനുഷ്യൻ്റെ കൈയും മായച്ചു. ദൈവത്തിന് കാലുണ്ടോയെന്ന് വെച്ചു, കാലില്ല. അപ്പോൾ കാലും മായച്ചു. എന്നാൽ പിന്നെ ബാക്കി ഉടലുണ്ടോയെന്ന് വെച്ചു, ഇപ്പോൾ ഉടലുമില്ല എന്ന് കുട്ടികൾ പറഞ്ഞു. അപ്പം സാറിത് മുഴുവൻ മായച്ചു. എന്നിട്ടിപ്പോൾ സാർ ഇപ്പം എന്താ മനസ്സിലായി? ദൈവമില്ല എന്ന് മനസ്സിലായില്ലേ എന്ന് വെച്ചു. കുട്ടികൾ പെട്ടെന്ന് ഇങ്ങനെ നിശബ്ദമായി പോകുന്ന ചോദ്യം. ഒരു ബുദ്ധിമാനായൊരു കുട്ടി അവിടെ എഴുന്നിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു വീടിൻ്റെ ചിത്രം വരച്ചു. സാറിന് വീടില്ലേ, വീടിന് ചിത്രം വരച്ചു. പിന്നെ വീടിന് തല ഉണ്ടോയെന്ന് വെച്ച്, ഇല്ല. അങ്ങനെയല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് പറയണ്ടേ? അതല്ല പിന്നെ ഈ തലയും കൈയും കാലും ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യന്റെ സ്വഭാവമാണ്. പിന്നെ അല്ല, മനുഷ്യന്റെ തന്നെ വരച്ചിട്ട് വീടുണ്ടോന്ന് ചോദിച്ചാൽ തല ഉണ്ടോ? അല്ല, മനുഷ്യനെ വരക്കുക. അതെ സോറി, അങ്ങനെയാണ് വേണ്ടിയത്, അതാണ് വേണ്ടിയത്. പിന്നെ ഒരു മനുഷ്യന്റെ ചിത്രം വരച്ച് സാറിന് വീടുണ്ടോയെന്ന് വെച്ച്. ആ വീടുണ്ട്. വീടിന് തല ഉണ്ടോയെന്ന് വെച്ച്. വീടിന് തല ഉണ്ടോ? ഇല്ല. അപ്പം ഈ മനുഷ്യനെ തല വരച്ചു. കൈയുണ്ടോ കാലുണ്ടോ എന്ന് വെച്ചിട്ട് ഇപ്പൊ സാറിന് വീടില്ല എന്ന് മനസ്സിലായില്ലേ? അപ്പൊ അത് മണ്ടത്തരല്ലേ? വീടിന്റെ ചിത്രം വരച്ചിട്ട് വേണം വായിക്കാൻ. മനുഷ്യന്റെ ചിത്രം വരച്ചിട്ട് വീടിന് ഇത് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ദൈവത്തിനാണല്ലോ ചോദിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ ചിത്രം വരയ്ക്കാൻ ആര് പറഞ്ഞു ഇവിടെ? അപ്പൊ അവിടെ സാറ് ഒരു ഫാലസിയാണ് എന്ത് ചെയ്തുള്ളത്, അവതരിപ്പിച്ചത്. അതേപോലെ പഞ്ചേന്ദ്രിയത്തിന്റെ ക്ലാസ് എടുത്തപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുക, അറിവ് കിട്ടുക. ഒന്നുകിൽ ഇപ്പോൾ ഒരു പേനുണ്ട് നമ്മൾ കാണണം, ഇല്ലെങ്കിൽ നമ്മൾ ഈ അവിടെ തിളക്കുന്നുണ്ടെന്നുള്ള സൗണ്ട് കേട്ട് നമ്മൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇത് നമ്മൾ തൊട്ട് മനസ്സിലാക്കുക. അങ്ങനെ 5 ഇന്ദ്രിയങ്ങളിലൂടെ ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റാത്തൊന്നും ഇല്ല എന്ന് അത് സയൻറ്റിസം എന്ന് പറയും. അബദ്ധമായൊരു വിശ്വാസം. അപ്പോൾ സയൻസിലൂടെ സയൻറ്റിസം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ സയൻസ് മാത്രമാണ് അറിവിൻ്റെ മാർഗം. മെറ്റീരിയൽ സയൻസിലൂടെ ലഭിക്കാത്തതൊന്നും ഇല്ല എന്ന് തീരുമാനിക്കുക. അതിനെപ്പറ്റി അറിയില്ല എന്നേ പറയേണ്ടേ ഉള്ളൂ. സയൻസിലൂടെ കണ്ടെത്തുന്നതൊക്കെ നമ്മൾ അംഗീകരിക്കും. ഇതിലൂടെ കണ്ടെത്താൻ പറ്റാത്തതിനെ പറ്റി അറിയില്ല എന്നേ പറയേണ്ടി. സയൻസിന് കണ്ടെത്താൻ പറ്റാത്തതൊന്നും ഇല്ല, മെറ്റീരിയൽ മാത്രമേ ഇവിടെ ഉള്ളൂ. മെറ്റീരിയലിസം അതിൻ്റെ ഒരു വേർഷനാണ് സയൻറ്റിസം. സയൻസിനെ അന്ധമായി ആത്യന്തിക സത്യമായി തീരുമാനിക്കുക. സയൻസിനെ ദൈവാക്കുക. പിന്നെ അപ്പോൾ ഈ സയൻറ്റിസ്റ്റുകൾ എന്ന് പറയേണ്ടത് പോലെ ആശയമാണെന്ത് ഈ ഇന്ദ്രിയങ്ങളിലൂടെയൊക്കെ മനസ്സിലാകുന്നത് തെളിയിക്കാൻ പറ്റും. അപ്പോൾ ദൈവത്തെ കണ്ടവരുണ്ടോ എന്ന് ചോദിച്ചു. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. ദൈവത്തെ സൗണ്ട് കേട്ടിട്ടുണ്ടോ? ദൈവത്തെ തൊട്ടിട്ടുണ്ടോ? രുചിച്ചിട്ടുണ്ടോ? മണത്തിട്ടുണ്ടോ? അപ്പം 5 ഇന്ദ്രിയങ്ങളിലൂടെയും ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ഈ സയൻറ്റിസ്റ്റ് അനുസരിച്ച് ദൈവമില്ല എന്ന് മനസ്സിലായി. 5 ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലാകുന്നില്ല. അപ്പോൾ ദൈവമില്ല എന്ന് മനസ്സിലായില്ലേ? അപ്പോഴും നേരത്തെ ബുദ്ധിയുള്ള കുട്ടിയെ നേരിട്ട് പറഞ്ഞു, പിന്നെ സാറിന് ഇപ്പം സാറിന് ബുദ്ധിയില്ല എന്ന് മനസ്സിലായി. കാരണം സാറെ ബുദ്ധി ഞങ്ങൾ കണ്ടിട്ടില്ല, ബുദ്ധി ഞങ്ങൾ കേട്ടിട്ടില്ല, ബുദ്ധി ഞങ്ങൾ മണക്കിയതോടെ 5 ഇന്ദ്രിയങ്ങളിലൂടെയും സാറിൻ്റെ ബുദ്ധി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് സാറിന് ബുദ്ധിയില്ല എന്ന് ഞങ്ങളൊക്കെ അംഗീകരിക്കേണ്ടി വരും. സാറവിടെ തകർന്നു. അപ്പം സാറിന് ബുദ്ധി ഉണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കേണ്ടത്? സാറുടെ ക്ലാസ്സിനെ വച്ചിട്ടും സാറെ ബോർഡിൽ എഴുതുന്ന വെച്ചിട്ടും സാറ് അവതരണങ്ങൾ വെച്ചിട്ടൊക്കെയാണ് ബുദ്ധി നേരെ കാണുന്ന സാധനമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ സാറിന് പ്രവർത്തിക്കണമെങ്കിൽ, ഇത്ര മനോഹരമായി ക്ലാസ് എടുക്കണമെങ്കിൽ ബുദ്ധി വേണം എന്നത് ഞങ്ങൾക്ക് ബുദ്ധി കൊണ്ടാണ് മനസ്സിലാകുന്നത്. 5 ഇന്ദ്രിയങ്ങളിലൂടെയും ബുദ്ധി കാണുന്നില്ല, ചിന്തയിലൂടെയാണ് മനസ്സിലാകുന്നത്.
അപ്പോൾ അത് 6ാമത്തെ രൂപത്തിലൂടെയാണ് ബുദ്ധിപരമായിട്ടാണ് ബുദ്ധി ഉണ്ടെന്ന് മനസ്സിലായത്. അതേ രൂപത്തിൽ ഈ പ്രപഞ്ചത്തെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇതിൻ്റെ ഇടയിലൂടെ വയറിൽ കരണ്ട് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാകുന്നത് കാണും കേൾക്കുന്നു, കരണ്ടിനെ കാണും കേൾക്കുകയും തൊടുകയും ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് ഈ ബൾബ് കത്തുന്നു, ഫാന് കറങ്ങുന്നു, അപ്പോൾ ഈ പ്രപഞ്ചം കറങ്ങുന്നു, ബ്രദറെ ഇതെല്ലാം കാണുന്നു എന്നുള്ളത് ഇതിൻ്റെ പിന്നിൽ ഒരു അജ്ഞാതമായ ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ പറ്റും ലളിതമായിട്ട്. അത് കരണ്ടുള്ള കമ്പിയും കരണ്ടില്ലാത്ത കമ്പിയും ഒരേപോലെയാണ്, കാഴ്ചക്കൊന്നും തിരിയുന്നില്ല. നമ്മൾ തൊട്ട് ഷോക്കടിപ്പിക്കേണ്ട കാര്യമില്ല. അതേസമയത്ത് ഇവിടെ ബൾബ് കത്തുന്ന കാണുമ്പോൾ ഈ കരണ്ടിൽ വയറിൽ കരണ്ട് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് പോലെ ഈ പ്രപഞ്ചം വളരെ വ്യവസ്ഥാപിതമായ സിസ്റ്റമാറ്റിക്കായ രീതി, നമ്മുടെ ശരീരം മാത്രം എടുത്ത് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ പ്രപഞ്ച സൃഷ്ടാവിനെ നമുക്ക് ബുദ്ധിപരമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ചുരുക്കി ഏറ്റവും അടിസ്ഥാനമാണല്ലോ എന്നുള്ളവർക്ക് ആ വിഷയം സ്പർശിച്ചതാണ്. ഇൻഷാ അല്ലാഹ് പഠനങ്ങളൊക്കെ ഇനിയും തുടരാൻ മറ്റ് വകുപ്പുകളൊക്കെ ഉണ്ടാവും. അല്ലാഹു കൂടുതൽ പഠിക്കാനും ദൈവത്തിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ദുആ ചെയ്ത് നിങ്ങളുടെ സവിശേഷമായ ഈ ഒരു ഇതിൽ നമ്മളെ ആദർശികമായിട്ട് ക്ഷണിക്കുകയും പിന്നെ അവസരം തരികയൊക്കെ ചെയ്തതിൽ എല്ലാ സന്തോഷങ്ങളും അറിയിക്കുകയാണ്. ഞാൻ നീക്കട്ടെ അല്ലേ? ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് നമ്മളെക്കാൾ സൗഹൃദങ്ങളായിട്ട് കാത്തു സൂക്ഷിക്കുന്നതാണ് പലയിടത്ത് വരെ എൻ്റെ ഫോണ് കുത്തിയിട്ട് കണ്ടല്ലോ അല്ലേ? ഫോണ് ആരെടുത്താണോ ഫോൺ? നല്ലൊരു ക്ലാസ്സായിരുന്നു. കാരണം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് തീരെ ടച്ചില്ലാത്തതുകൊണ്ട് ഇതിനോട് ഒരു അതൃപ്തിയായിരുന്നു നമുക്കുണ്ടായത്. കാരണം ഈ ജോലിക്ക് പോയ ആള് നമുക്ക് കൂടുതൽ തിരുപാടില്ലെങ്കിൽ അവിടെ ഇടപഴകാതിരിക്കുന്നു ഇതൊക്കെ. കാരണം അവിടെ ജോലി തെറിച്ചു നമ്മളിതിനെ കുറിച്ച് പഠിച്ചാൽ ചിലപ്പോ തെറിച്ചു പോകുമെന്നുള്ള പേടിക്കരുത് നമുക്ക്. ഇങ്ങനെ നിന്നാ മുസ്ലിമായിട്ട് പോവാലോ. അപ്പൊ ആ ഒരു ഇതായിരുന്നു. പക്ഷെ ഇത് കൂടുതൽ പഠിക്കണം, ഇതിനെ കുറിച്ച് അറിഞ്ഞാലാണ് കൂടുതൽ ലഭ്യത്വമെന്നാണ് ക്ലാസ്സിന് മനസ്സിലായത്. നല്ല അവതരണം, നല്ല. കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ പലർക്കും പറയാൻ കഴിയും, കാരണം എത്തിക്കാൻ കഴിയും, ഒരാളിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അത് ഉദാഹരണത്തിലൂടെ നമ്മുടെ ഈ ഒരു റിയാലിറ്റിയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് ശരിക്കും നമുക്കത് കിട്ടുന്നത്. ആ രീതി സ്വീകരിച്ചതല്ല. നിന്നാലെന്ന് പറയാൻ പറ്റുന്നു. ഞാൻ ആ കാറ്റഗറി എല്ലാരും സന്തോഷം. അന്നേനെ കണ്ട പരിചയങ്ങൾ നല്ലതുകൊണ്ട് പിന്നെ പല വീഡിയോകളൊക്കെ മുമ്പ് പിന്നെ പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. വലിയ സന്തോഷം. കൂട്ടത്തിലിവിടെ തുടക്കത്തിൽ പറഞ്ഞൊരു മാറ്ററാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒരാളൊരു യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും പോകുന്നതിൻ്റെ പിന്നിലൊരു കാരണം പലപ്പോഴും അഗ്രസീവായ മാതാപിതാക്കളെ ഇപ്പോൾ ചിലരൊക്കെ ഇപ്പോൾ ഈ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ബിഗ് ബോസ് പോലത്തെ പല ഷോയിലും വന്ന ചില യുക്തിവാദികളായ പെണ്ണുങ്ങൾ, ഞാൻ 6 വരെ മദ്രസയിൽ പഠിച്ചു, ഇപ്പം അത് ലയിക്കുമ്പോൾ എനിക്ക് കുറ്റബോധം തോന്നുകയാണ്. അവരുടെയൊക്കെ വീട്ടിലുണ്ടായിരുന്ന അത്തരം ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ദീനീപരമായ ചുറ്റുപാടാണ് എന്നൊക്കെ വളർത്തിക്കൊണ്ടിരുന്ന ഒരു തെറ്റിദ്ധാരണ. സത്യത്തിൽ അവിടെ നിങ്ങൾ പറഞ്ഞ സമീപനം അത് നമുക്കും എന്തുകൊണ്ട് നമുക്ക് ഈ സംവിധാനത്തിലാവുന്നത് കൊണ്ട് ഒന്നുകൂടി സന്തോഷമായി തോന്നാണ്. ഒരു മനുഷ്യനെ ചേർത്ത് പിടിച്ച് അയാളുടെ ഫീലിംഗ് മനസ്സിലാക്കിയിട്ട് ആദ്യം അതിനെ അംഗീകരിച്ചിട്ട് രണ്ടാമത് മറുപടി പറയാൻ തുനിഞ്ഞാൽ അയാൾ അതിൽ വില്ലിങ് ആവും എന്നത് ഇന്ന് 100ൽ 110% ശരിയാണ് എന്ന് ഉസ്താദും മനസ്സിലാക്കിയതും അൽഹംദുലില്ലാ നമ്മൾ ആ ഒരു മേഖലയിലും പ്രവർത്തിക്കും. നമുക്ക് അത് രണ്ടും കൂടി കണക്ട് ആയപ്പോൾ വലിയ സന്തോഷമായി.
കാരണം പലപ്പോഴും മുഖാമുഖ വേദികളാവട്ടെ, സംവാദ വേദികളാവട്ടെ, എതിർ കക്ഷിയെ ആണ് തള്ളിയിടുക എന്നതിനപ്പുറം അയാൾ അങ്ങനെ ഒരു വാദിക്കുന്നതിനൊരു കാരണമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതാദ്യം ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിച്ചാൽ എല്ലാ ലിബറലിസവും യുക്തിവാദവും ഒക്കെ തകർന്നടിയുമെന്ന് അതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കണമെങ്കിലും അതിൻ്റെ ഒരു ശൈലിയും കൂടി പറഞ്ഞപ്പോൾ അത് മാഷാ അല്ലാഹ് അത് വലിയ സന്തോഷമായി തോന്നി. പിന്നെ ഈ പറഞ്ഞ മറ്റൊരു വിഷയം, കുട്ടികളോട് ഇപ്പം ഞാൻ മദ്രസയിൽ സദറാണെങ്കിൽ പോലും നമ്മുടെ മക്കളൊക്കെ പലതും ചോദിക്കുമെങ്കിലും അവിടെയൊക്കെ ഞാൻ മുന്നോട്ട് വെക്കുന്ന എല്ലാത്തിനും മറുപടി ഉണ്ട് എന്നൊരു നമ്മളാദ്യം ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ പലപ്പോഴും വലിയ വലിയ ഉസ്താദന്മാരിൽ പോലും നിങ്ങൾ പറഞ്ഞല്ലോ ഒക്കെ പറഞ്ഞിട്ട് എന്നാലും എന്നൊരു ചോദ്യം, അത് നമ്മൾ ഇതിൻ്റെ ഐഡൻറ്റിറ്റി കൊണ്ട് കാത്തു സൂക്ഷിക്കുന്നവരിൽ വരെ ഈ സംശയങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് ആഴത്തിൽ ഇവിടെ ഇറങ്ങി എല്ലാ നിലക്കുള്ള നിങ്ങളതിനു വേണ്ടി നടക്കുന്ന എല്ലാ ഹിദ്മത്തുകളും അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ജുമാക്ക് കണ്ട ആ ഒരു ഇതിൽ നിന്ന് ഇങ്ങോട്ട് ക്ഷണിച്ചു. അത് നിങ്ങളെ ഔദ്യോഗികക്ക് ഉള്ളൊരു ക്ഷണമല്ലാതെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാപ്പിസോണിൻ്റെ ഭാഗത്തുനിന്ന് അല്ലാതെ ഇനി ഇൻഷാ അല്ലാഹ് നമ്മളെ ഈ ഒരു നിലപാടിലും ചുറ്റുപാടിലും ഒക്കെ എല്ലാവിധ ഇഷ്ടത്തോടുകൂടെയൊക്കെ നിങ്ങളും ഇതിൻ്റെ ഭാഗമായി ഒക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ആ ഒരു ശൈലിയിലൂടെയാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മറുപടി പറയുന്നതെന്നൊക്കെ കേട്ടപ്പോൾ അത് വലിയ സന്തോഷം തോന്നി. മാഷാ അല്ലാഹ് അതും നമ്മളൊക്കെ സ്വീകരിക്കാനും തയ്യാറാകും മാഷാ അല്ലാഹ്. പറഞ്ഞ സംഗതി പല ആൾക്കാരെ ഈ വലിയ ആൾക്കാർ തെറ്റിപ്പോയ പലരും ഭൂരിപക്ഷം പോലെ ഭൂരിപക്ഷം കഥകൾ പറഞ്ഞ് അങ്ങനെ പല ആൾക്കാരില്ലേ പല നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. എല്ലാവരും പിന്നീട് ഇങ്ങനത്തെ ചില ട്രോമകളോ മറ്റ് അനുഭവങ്ങളോ ഉണ്ട് എന്നുള്ളത് വലിയൊരു. പിന്നെ ആ സാധനം ചെറുപ്പത്തിൽ നമ്മൾ ഫ്രോയിഡൊക്കെ പറഞ്ഞ പോലെ ചെറിയ പ്രായത്തിലുണ്ടായിരുന്ന സാധനമാണല്ലോ പിന്നീട് അത് മാറാതെ നിൽക്കുക. അപ്പോൾ ശരിക്കും നമ്മൾ ചെറിയ പ്രായത്തിൽ ഇസ്ലാമിനോട് സ്നേഹം, ഇഷ്ടം, അടുപ്പം, പഠിച്ചവനോടൊരു ഈ സാധനം ഉണ്ടാക്കേണ്ടതിന് വരും പേടിയും നരകവും പിന്നെ അടിയും. കുട്ടികൾക്ക് ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ തന്നെ സാധാരണ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വലിയ മടിയില്ല. അവിടെ കളിയും ചിരിയും പാട്ടൊക്കെ ഉള്ളതുകൊണ്ട് മദ്രസയിൽ ഈ അടിയും ഇങ്ങനെയൊക്കെയാണ് പലയിടത്തും ഉണ്ടാകുന്നത്. അപ്പോൾ മദ്രസ ഇഷ്ടപ്പെടാനും ഉസ്താദന്മാരെ ഇഷ്ടപ്പെടാനും അതിന് കുറെ പരിമിതി ഉണ്ടല്ലോ. ഉസ്താദന്മാർക്ക് സമയം കുറവാണ്, സിലബസ് തീർക്കണം, അങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഉണ്ടാവും. ഞാൻ അതിന്റെ കാരണം കുറ്റക്കാരും എന്നല്ല പറയുന്നത്. പിന്നെ അതിന്റെ ഇടയില് നേരത്തെ പറഞ്ഞതുപോലെ ഹാപ്പി സോണിന്റെ ഇതില് ഞാൻ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. ക്ലാസ്സുകളൊക്കെ നിങ്ങളത് പിന്നെ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ മറ്റേ എല്ലാവരും ഉള്ള ഗ്രൂപ്പായിരിക്കും. പിന്നെ അതിൽ നിങ്ങൾ ക്ലാസ്സുകളൊക്കെ കുറെ കേൾക്കുകയും പിന്നെ ഇതിനോട് ഇത്തരം സൈക്കോളജിക്കൽ സാധനങ്ങളോടും എന്താ പറയുക ആത്മീയ സാധനങ്ങളോടൊക്കെ നമുക്കൊരു താല്പര്യം ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഇങ്ങനെ അധികം ഇടപെടാനും നേരിട്ട് വരാനും സൗകര്യത്തിൻ്റെ എന്താ പറയുക അങ്ങനെയൊക്കെ ചില പരിമിതികളായിരുന്നു. അപ്പം നമ്മൾ നിങ്ങളെ പറ്റുന്ന സംഗതികളിലൊക്കെ ചെറുങ്ങനെ ഭാഗവാക്കാക്കാനൊക്കെ കൂട്ടണം എന്ന് ഇടയ്ക്ക് റിക്വസ്റ്റ് ചെയ്യാണ്. അവൻ ചെറുങ്ങനെ നമ്മളെ കൗൺസിലിംഗ് ആയിട്ട് ഇരിക്കലൊന്നുമില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ആദാപുരത്ത് വർക്ക് ചെയ്യുമ്പോൾ വിമൻസിലുണ്ട് അവിടെ പ്രിൻസിപ്പളായിട്ട്. ഇതില് നമ്മൾ ഈ പറഞ്ഞ ഈ സംഗതി പറഞ്ഞ എഫക്റ്റ് എവിടെ നമ്മളെ ദൈവത്തിൽ എവിടെ ഇത് ശരിക്കും ഒരു മിനിമൈസ് ചെയ്യപ്പെട്ട ഒരു ചെറിയൊരു സർക്കിളിൽ വരേണ്ട സാധനമല്ല. ഈ സാധനം ടോട്ടലി ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ്മോസ്ഫിയറിൽ വരേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫിക്കർ എവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളെ സ്ഥാപനത്തിൽ ഒരു 100 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഈ 100 കുട്ടി എന്ന് പറയുന്നത് ഒരു 1000 അല്ലെങ്കിൽ 10,000 കുട്ടികളിൽ നിന്നുള്ളവരാണ്. ഈ 100 കുട്ടികൾ സെലക്റ്റഡ് ആകുന്നത് പലപ്പോഴും 4, 5, 6 ആൾക്കാർ എന്ത് ചെയ്തിട്ടാണ്, ഇൻസ്പെക്ട് ചെയ്തിട്ടാണ്. അത്രയാൾ എന്ത് ചെയ്തിട്ടാണ്, നല്ല എക്സാം ചെയ്തിട്ടാണ് ഇവർ സെലക്റ്റഡ് ആകുന്നത്. ഇങ്ങനെ സെലക്റ്റഡ് ആയ ഒരു 100 കുട്ടികളിൽ നിന്ന് നമ്മളൊരു SLC കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്താൽ അവരെ ഒരു +1, +2 ഡിഗ്രി അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കഴിഞ്ഞ് പുറത്തിറക്കുമ്പോഴേക്ക് അതിൻ്റെ റേഷ്യോ താഴോട്ടിറങ്ങുന്നത് ഈ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നമുണ്ടല്ലോ, ഇത് പുറത്തേക്ക് പോകുന്ന ഈ ആൾക്കാരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണോ അതേ സാധനം ഇവിടെ സംഭവിക്കുന്നുണ്ട്.
അത് ഏറിയോ കുറഞ്ഞോ അതിൻ്റെ രൂപങ്ങൾ മാറിയോ എന്ന് മാത്രമേ വിഷയമുള്ളൂ. അതേ സാധനം സംഭവിച്ചിട്ടാണ് ഈ 100 കുട്ടികൾ അവർ 100 തന്നെ എവിടെ വരേണ്ടതാണ്? പോസ്റ്റ് ഗ്രാജുവേറ്റിൽ വരേണ്ടതാണ്. 100 അല്ല വരേണ്ടത്. ഈ 100 ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റിൽ എത്തുമ്പോഴേക്ക് അത് കൂടാനേ പാടുള്ളൂ സത്യത്തിൽ. പക്ഷെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് മതവിരോധികളായി എന്നത് തൽക്കാലം എന്തൊക്കെയോ ചില കാരണങ്ങളാൽ അതാകാതെ പോകുന്നു എന്നേ ഉള്ളൂ. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നാൽ ആ അറ്റ്മോസ്ഫിയറിൽ ഇത് പേസ്റ്റ് ചെയ്യപ്പെട്ടാൽ അതിനുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വലുതാണ് എന്ന് മനസ്സിലായപ്പോഴാണ് ഇങ്ങനൊരു സംഗതിയിലേക്ക് നമ്മൾ ഇറങ്ങുന്നത്. അതേ സാധനമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതാണ് ഇതിലെ വലിയൊരു വ്യത്യാസം. നമ്മളൊക്കെ ദർശകരുടെ പഠിച്ചു വരുന്നതാണല്ലോ. ഈ ഫീലിങ്ങിലേക്ക് നമ്മൾ തീരെ നമ്മൾ പുറമെ കൂടെ നമ്മൾ തസ്ബീലിക്കുന്നുണ്ട്, നമ്മൾ ജമാഅത്ത് കൂടി സുന്നത്ത് തസ്കരിക്കുന്നുണ്ട്. എനിക്ക് സുന്നത്ത് തസ്ബീ അപ്പോഴും 8 കൊല്ലം പഠിച്ചിട്ട് ആ മുത്തല്ലിങ്ങളെ ഉസ്താദ് പിന്നെ വഴിയെടുത്ത് തസ്ബീനെ കൊണ്ടുപോകാം. ഇവിടെ തസ്ബീലിന് സ്വന്തം ഒരു സാധനം വരുന്നല്ലോ. നമ്മളൊക്കെ ഇവിടെ നമ്മൾ അത് കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മളെ അനുഭവം. ഇത് നമ്മളെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ഒരു പ്രൊജക്റ്റ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പബ്ലിക്കിലൊരു പ്രൊഫഷനാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസൾട്ടേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനാണ്. ആ പ്രൊഫഷന് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ സൈഡിലേക്ക് ഡിസൈൻ ചെയ്തു എന്നേ ഉള്ളൂ. ശരിക്കും ഇതേ സാധനം ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗ്യാരണ്ടിയോടുകൂടെ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അതും നമ്മൾ ഇപ്പുറത്ത് അപ്ലൈ ചെയ്തു എന്ന് മാത്രം. അതാണ് ഈ ഹാഫിസോൺ എന്ന് പറയുന്ന സാധനം. അതാണ് അത് ശരിക്കും ഒരു സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും ഇപ്പോൾ ഉള്ളതല്ലാത്തൊരു പിക്ചർ. 2 കാര്യം. ഒന്ന്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്യുന്ന ഒരു കുട്ടി ഇറങ്ങുകയാണെങ്കിൽ ആ ഇറങ്ങുന്ന ആളുടെ ക്വാളിറ്റി 1. 2, ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സെലക്റ്റഡ് ആയ ഒരു ടീം ഒരു മിനിമം ഒരു PG ലെവൽ, ഏറ്റവും മിനിമം PG ലെവലിൽ എത്തുമ്പോഴേക്ക് ആ കുട്ടി മുഖേന ഒരു 10 ആളെങ്കിലും എന്തായിരിക്കണം, ഇതിലേക്ക് വന്നിരിക്കണം. 2ാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്, ഇവൻ ദുനിയാവിൽ എവിടെ പോയാലും ഏത് അതിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് പശ്ചാത്തലത്തിലേക്ക് പോയാലും ഇവന് പിടിച്ചു നിൽക്കാൻ പറ്റും. പിടിച്ചു നിൽക്കല്ല, ഇവൻ ദായിയായിരിക്കണം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നൊരു ദായിയായി ഇറങ്ങിയൊരു 100 ആളെടുത്താൽ അയാളെ കണ്ടിട്ട് അയാളെ ഫാമിലിയിൽ മാറ്റം വരുന്ന എത്ര ആളുണ്ടെന്ന് ചോദിച്ചാൽ 100-ൽ ഒരു 5 കിട്ടുമോ എന്നുള്ളത് ഇതുവരെ എനിക്ക് അഭിപ്രായം കിട്ടിയിട്ടില്ല. ആക്കപ്പെടുക. പക്ഷെ നമുക്ക് മാറ്റാൻ കഴിയും. അതേ അവിടെ പറഞ്ഞ ആ സാധനമാണ് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നതെന്ന് മാത്രം. അവിടെ ഞാനെപ്പോഴും പറയാറുള്ളത്, ഇപ്പോൾ ഈ എപ്പിസ്റ്റോമോളജിയോ അല്ലെങ്കിൽ ഈ സാധനമായിട്ട് ലിബറലിസത്തിൻ്റെ ഒരു വക്താവായിട്ട് വരുന്ന ഒരാളെ അയാൾ പുറത്ത് പറയുന്ന സാധനത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം ഇതിന് സബബായ വേറെന്തോന്ന് അയാളുടെ ഉള്ളിലില്ലേ അതിനെ അഡ്രസ്സ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ആളിങ്ങനെ പതറുന്നത് കാണാം. ഒരിക്കലും നമ്മൾ മലപ്പുറം സെൻറ്ററിൽ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നു. അവനിങ്ങനെ വിരോധം എന്ന് പറഞ്ഞാൽ ഖുർആനെതിരെ, അള്ളാഹ്ക്കെതിരെ, ഹദീസിനെതിരെ ഒക്കെ അങ്ങനെ പറഞ്ഞപ്പുറം എത്തുന്നില്ല. പക്ഷെ അവൻ്റെ ഈ ഇൻറ്റൻഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ പറയാൻ തുടങ്ങി, നിങ്ങൾ എന്നെ വേറെ എവിടെയൊക്കെ കൊണ്ടുപോകുന്നു. നമ്മളവൻ്റെ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം അവൻ്റെ ഇൻറ്റൻഷൻ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും മാറാൻ തുടങ്ങി. 2ാമത്തെ തവണ അവൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മളെ 2 പ്രവർത്തകരെയും കൂട്ടിയിട്ട് വന്നു. നമ്മളെ ബോധ്യപ്പെടും. പക്ഷെ ആ സമയം ലാസ്റ്റ് ആകുമ്പോഴേക്കും ഫുള്ള് തിരുത്തി എന്ന് മാത്രമല്ല, തിരുത്തിയെന്ന് പറഞ്ഞാൽ അവൻ പിന്നെ പറയാൻ തുടങ്ങിയത് ഞാൻ ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ എൻ്റെ ഈ ചിന്ത ഇങ്ങനെ പോയത് മദ്രസ കാലയളവിലെ ടീച്ചിങ് ആണ്. അന്ന് കിട്ടിയ തല്ലോന്ന് കിട്ടിയ സമീപനമാണ് എന്ത് ചെയ്തത്, അവനിങ്ങനെ ആക്കിയത്. അപ്പം ഇതിനെ വല്ലാതെ അഡ്രസ്സ് ചെയ്യേണ്ടതില്ല. പുറത്ത് കാണുന്ന സാധനത്തെ അത് അഡ്രസ്സ് ചെയ്ത് നേരെ ആകുമ്പോൾ പിന്നെ പതുക്കെ ഇത് നേരെ ആയിക്കോളും. യെസ്. അപ്പം ശരിയിലേക്ക് ഓൻ്റെയും കൂടി ആഗ്രഹമാണ് ഇസ്ലാമിൻ്റെ ശരിയായ രൂപം അവൻ്റെയും കൂടി ആഗ്രഹമാണ്. അത് പിന്നെ ഓൻ തന്നെ ശരിയായിക്കോളൂ. പിന്നെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാനൊക്കെ എളുപ്പമാണ്. മാനസികാവസ്ഥ റെഡിയാകാതെ ഉത്തരം കിട്ടിയാലോ ശരിയായി. അതെ. പിന്നെ അങ്ങനെ ഞാൻ അവനെ ഈ പറഞ്ഞ പോലെ നല്ല നിലയ്ക്ക് സമീപിച്ചു. അവൻ്റെ ഫീലിംഗ് നമ്മൾ സ്വീകരിച്ചു. അവൻ്റെ ആ ഫീലിംഗ് ഉണ്ടല്ലോ, അത് നമ്മൾ ഉൾക്കൊണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ പകുതി സമാധാനം. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ സംസാരിച്ചു. ഞാൻ ചില സൂഫികളുടെ കോട്ടുകളൊക്കെ എടുത്തു പറഞ്ഞിട്ട് പറയേണ്ട സ്വകാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നേരകം ചിലപ്പോൾ നമ്മൾ പേടിപ്പിക്കാൻ പറഞ്ഞതാവും അല്ലാഹു
ശരിക്കും അത് ശരിക്കും പറയാൻ പാടില്ലാത്തതാണ്. ഷോനോട് ഞാൻ പേഴ്സണൽ എന്ത് ചെയ്ത് ആ അഭിപ്രായം വരെ പറഞ്ഞിട്ട് അപ്പോൾ കിട്ടി. പിന്നെ കുറെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഓൻ നരകം മാത്രമല്ല, ഓന് ഇസ്ലാമിൽ തന്നെ പോവുക ഇതിന്റെ പേരിൽ. അതെ അതെ അതെ. അപ്പൊ നരകത്തിന്റെ കാര്യം ഞാൻ വല്ലാതെ സ്കിപ്പ് ചെയ്താണ് മൂടിയിട്ട് അങ്ങനെ വരെയുണ്ട് നമ്മൾ. പിന്നെ ആഖിറത്തിലുള്ള കാരുണ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനാണ്ട് ചുരുക്കി, ഉള്ളതിനേക്കാൾ തീരെ ചുരുക്കി. എന്നിട്ട് പിന്നെ ഇതൊക്കെ അംഗീകരിപ്പിച്ച് ഇതൊക്കെ കഴിഞ്ഞ് നിസ്കാരം നോക്കെ തുടങ്ങി. നരകം എല്ലാവരെപ്പോഴാണ് എന്ത് ചെയ്തത് നിസ്കാരം തുടങ്ങി. സ്വർഗം അള്ളാഹുവിന്റെ സ്ഥാനങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ കുറെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് നരകത്തിന്റെ ചെറുക്കനിട്ട് കൊടുത്ത്. ഇപ്പൊ അടുത്തൊരു ചെറുപ്പക്കാർ എഞ്ചിനീയർ ഇതുപോലെ എനിക്കൊരു സിറ്റിംഗ്, വേറെ സിറ്റിംഗ് വന്നത് അത് കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചാൽ എനിക്കൊരു സിറ്റിംഗ് കൂടെ തരും. ഞാൻ ചോദിച്ചു എന്താ വിഷയം? അപ്പൊ എനിക്ക് നിസ്കാരം ഇതിനോടൊന്നും തീരെ ഒരു ഭയങ്കര പ്രയാസം നിസ്കാരത്തെ കുറിച്ചൊക്കെ. അപ്പൊ ഞാൻ അവനോട് ഇരുന്നിട്ട് സംസാരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ചു എവിടെയാ നിനക്ക് നിസ്കാരത്തെ കുറിച്ച് പ്രയാസം? അപ്പം പറഞ്ഞു നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ശിക്ഷ ഉണ്ടാകും, അപ്പോൾ ശിക്ഷയെ പേടിച്ചിട്ടാണ് ഈ നിസ്കരിക്കേണ്ടത്. ഇതേ അവന്റെ നിസ്കാരവും എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റിൽ അവൻക്ക് ആകെ കിട്ടിയ സാധനം എന്താ? ശിക്ഷയെ പേടിച്ച് നിസ്കരിക്കണം. കാരണം ഒരു നിസ്കാരം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഒരു നിസ്കാരം ഖളായിലൊക്കെ ഉള്ള ശിക്ഷകളുണ്ടല്ലോ, അത് പേടിച്ചിട്ട് മാത്രമാണ് നിസ്കരിക്കുന്നത്. അപ്പം ഞാൻ അവനോട് തിരിച്ചു പറഞ്ഞു, ഞാൻ നിസ്കാരത്തെക്കുറിച്ച് അവനക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങൾ എടുത്തു. ഹദീസിലൂടെ തന്നെയുള്ള എന്ത് നിസ്കാരം ഒരു ഗിഫ്റ്റാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ പ്രതിസന്ധിയുള്ള ആമുൽ ഹുസ്നിൽ പാസ്സായ ഒരു ഗിഫ്റ്റാണ് നിസ്കാരം. ഒരു മോമിനിന് അതിനുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളും കാര്യങ്ങളും സുഖവും എല്ലാം പറഞ്ഞിട്ട് ഇതിലാണ് മെയിൻ സാധനം ഉള്ളത്. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇതിനാണ് ശരിക്കും നിസ്കരിക്കുക. ഇതൊരു ചാൻസ് ആണ്, ഒരു അള്ളാഹുവിനോടുള്ള ഒരു മുനാജാത്തിന് തന്ന ഒരു ഗിഫ്റ്റഡ് മൊമെന്റ് ആണ്. അതാണ് നിസ്കാരം. അത് ഒരുത്തൻ ഞാനിപ്പോ നമ്മളെ വാപ്പ നമുക്ക് നല്ലൊരു അവസരം തന്നിട്ട് അത് തീരെ ഓർമ്മേൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മൾ ചെയ്യുമോ? ഇല്ലല്ലോ. അപ്പോൾ ഞാനൊരു കുറെ അടുത്തിരുന്നു. ഞാൻ നിന്നോട് ചോദിച്ചത് നീ ഇപ്പോൾ ഒന്ന് വാ, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നീ വരാതിരുന്നാൽ വളരെ മോശമായി പോകും. അപ്പൊ അതിനേക്കാൾ എത്ര മോശമാണിത്? അതാണ് പ്രശ്നം തീർന്നു. മുമ്പ് ഒരാള് ഇതൊരു ചോദ്യമായിട്ട് ചോദിച്ചത്, ഗിഫ്റ്റ് നിസ്കാരം സമ്മാനമാണ്. നിസ്കാരം നമ്മളിങ്ങനെ കുറെ പണിയെടുക്കല്ലേ, നമുക്കെന്തോ അങ്ങോട്ട് തരുന്നില്ലല്ലോ. നമ്മൾ കുറെ അങ്ങോട്ട് പണിയെടുക്കാൻ നിസ്കരിക്കുക, അത് നമുക്ക് സമ്മാനം. അതിന് അന്ന് പിന്നെ അന്ന് ആരോ മരിച്ചപ്പം പിന്നെ അയാളെ വൈഫിന് ഗവൺമെന്റ് ജോലിയാണ് കൊടുത്ത്. ഗവൺമെന്റ് ജോലിയാണ് കൊടുത്ത്, ഓഫർ വലിയൊരു സമ്മാനമായിട്ട് ജോലി കൊടുത്തു. അപ്പൊ ജോലി ഓഫറാണ്, ഗവൺമെന്റ് ജോലി അതൊരു ഗിഫ്റ്റ് ആകുന്നപ്പോഴാ അതിന്റെ സാലറിയും അതിന്റെ ബെനിഫിറ്റും നമ്മൾ അറിയുമ്പോഴാണ്. പണി പറയൽ പണി കൊടുത്തു എന്നാണ്, ജോലി കൊടുത്തു എന്നാണ്. പക്ഷെ ജോലിന്റെ റിസൾട്ട് അറിയുമ്പോഴാണ് അത് ഗിഫ്റ്റായി മാറുന്നത്. അതാണ് അതിന് പോയത്. പിന്നൊന്ന് ഈ നിസ്കാരത്തെ കുറിച്ചുള്ള ആ ഇതുണ്ടല്ലോ, അത് മുനാജാത്ത് എന്ന സാധനം ആത്മീയ സന്തോഷം ഭയങ്കര സംഭവമായി. അവസരം മുനാജാത്തിനെ കുറിച്ച് പറയുന്ന അങ്ങനെയാണല്ലോ. അപ്പൊ ആ ഒരു ശരിക്കും നിസ്കാരത്തെ കുറിച്ചൊക്കെ നമുക്ക് ആ ഫീലിംഗും വേണം, നമ്മൾ അത് പറയുകയും വേണം. പക്ഷെ ഇത് നിസ്കാരത്തെ കുറിച്ച് ആകെ പറയല് ഖളായിലുള്ള അങ്ങനത്തെ കുറച്ച് സാധനം ആദ്യം തന്നെ പറയുന്നു. അപ്പോഴാണ് ഈ മടുപ്പ്, ചിന്തിക്കുന്ന ആൾക്കാർക്ക് മടുപ്പ് വരുന്നത് അപ്പോഴാണ്. ചില ഈ വാദങ്ങൾ കേൾക്കുമ്പോൾ നിസ്കാരത്തിനെ പറ്റി ഒരാൾ പറഞ്ഞിട്ട് നമുക്ക് നിസ്കരിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അയാളുടെ നിസ്കാരത്തിലാണ് ആളായിരിക്കും. അതായത് ചിലപ്പോ ഈ നമ്മളെ ഇവിടെ തന്നെ ഈ തബ്ലീഗുകാര്, ചില കള്ളത്തെതിക്കാര് ഇവരൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാല് ഓലത്ത് കുറെ ആശയത്തിൽ പെശവും കാര്യങ്ങളുണ്ട്. ഈ സാധനത്തിൽ ആൾ ആകൃഷ്ടരായി പിന്നെ ഓല് ഇറങ്ങോട്ടും പോകുന്നില്ല. ഒരു തബ്ലീഗ് തന്നെ, കള്ളത്തെരീക്കത്തെപ്പെട്ടൊരു തൊരീക്കത്ത് തന്നെ. ഓൽക്ക് എന്ത് കാണിച്ചു കൊടുത്താലും ഓൽക്ക് വേറെ കുറെ പ്രശ്നം ഉണ്ടെങ്കിലും അപ്പൊ ഈ പ്രശ്നം ഇല്ലാതെ നിലക്ക് നമുക്ക് ഈ ഫീലിംഗ് കൊണ്ടുവരാലോ ഇവിടെ ആള് കിട്ടുന്നില്ല. പക്ഷെ ഞാൻ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇത് പോകുന്ന സമയത്തുള്ള പിക്ചർ എന്താ പറയുക, ശരിക്കും ഒരു കുട്ടി നമ്മളെ സ്ഥാപനത്തിൽ, അത് മദ്രസ ആയാലും കോളേജ് ആയാലും, ഒരു കുട്ടി നമ്മളെ സ്ഥാപനത്തിലേക്ക് വന്നാൽ ആ കുട്ടിയെ അല്ല ഒരു അധ്യാപകൻ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മളെ സ്ഥാപനത്തിലൊരു കുട്ടി വന്നാൽ ആ കുട്ടിയെ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്, ആ കുട്ടിയുടെ ഫാമിലിയാണ്. അതേസമയത്ത് നമ്മളൊരു മദ്രസ പോട്ടെ, നമ്മളൊരു കോളേജിലെങ്കിലും ഒരു കുട്ടി വന്നാൽ ആ കുട്ടിയുടെ ഫാമിലിയെ ഫോക്കസ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ടോ? ശരിക്കും ഒരു കുട്ടി സ്ഥാപനത്തിൽ വന്നാൽ ആ കുട്ടിയെ മാത്രമല്ല ആ കുട്ടിയുടെ ഫാമിലിയെ ഫോക്കസ് ചെയ്യാൻ പറ്റണം ശരിക്കും ഒരു ദഅവത്ത് ഉദ്ദേശിക്കുന്നിടത്ത്. അത് പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഒരു അഡിക്റ്റ് പോലെ ഇതിൻ്റെ ഒരു സുഖം അനുഭവിച്ച് ഇതിൻ്റെ കൂടെ നിൽക്കും.
ഒരു തൗലിയിലോ മറ്റേതിലൊക്കെ പോയാൽ അവരിങ്ങനെ ആസ്വദിച്ച് പിന്നാലെ കൂടുകയാണല്ലോ. ആ സാധനമാണ് ശരിക്കുള്ള ഇസ്ലാം. പക്ഷെ നമ്മൾ അവിടുത്തെ ചില പ്രധാനപ്പെട്ട സാധനങ്ങളിൽ നമ്മളെടുത്തുനിന്ന് അത് മിസ്സായി, എന്നിട്ട് ഈ പിഴച്ചതിന്റെ പേരിൽ അവരത് കൊണ്ടുപോവുകയും ചെയ്യാം. ശരിക്കും ഇസ്ലാമിന്റെ ശരിയായ രൂപം അങ്ങനെയാണല്ലോ. സ്വന്തങ്ങളുടെ അടുത്താണെങ്കിലും അതുപോലെ ഇമാമിങ്ങളുടെ അടുത്താണെങ്കിലും ഔലിയാക്കളുടെ അടുത്താണെങ്കിലും ഒക്കെ അതാണ് നിസ്കരിക്കുക. ഞാനെന്നാല് ഇൻഷാ അല്ലാഹ് ഏതായാലും വളരെ സന്തോഷമായ സമയങ്ങളെ കൂടെ അവസരം കിട്ടിയിട്ട് അൽഹംദുലില്ലാ. ഇനിയും ഇതുപോലെ അവസരങ്ങളിലൊക്കെ വരും ഇൻഷാ അല്ലാഹ്. വളരെ സന്തോഷം.